ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 30ാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് 2025 നവംബർ മാസം 5-ാം തീയതി ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 29 ക്ലാസ്സുകളിലുള്ള പഠനത്തിലൂടെ നമ്മൾ ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ പഠിച്ചു. അതിനുശേഷമായി മേലാൽ സംഭവിക്കാനുള്ളത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ 8 പ്രധാന സംഭവങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള സംഭവം കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലും എന്നുള്ള വിഷയമാണ്. അത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം എടുത്തു നോക്കിയാൽ ആർക്കും മനസ്സിലാകാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള പഠനം പലർക്കും കൃത്യതയില്ലാതെ പോകുന്നതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി ദൈവസഭ എടുക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നീട് നമുക്കെന്നാൽ അത് എങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ പഠിക്കാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കി നാം ചിന്തിച്ചെടുക്കുന്നത് ഇതിനൊരു താക്കോൽ വാക്യമുണ്ടെന്നും 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തെ ആണ് ഈ വേദപുസ്തക പഠനത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന താക്കോൽ വാക്യമായിട്ട് ഉപയോഗിക്കുന്നതെന്നും, കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളാണ് 404 വാക്യങ്ങളുള്ള 22 അധ്യായങ്ങളുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ 404 വാക്യങ്ങളിൽ മധ്യഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 7, 8, 9 വാക്യങ്ങളാണ്. അതോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ നിന്റെ ശത്രുവിനെ പാതപീഠമാക്കുവോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്നുള്ള വചനമാണ് നാം എടുത്ത് ചിന്തിച്ചത്. ആ പ്രവചനത്തിൽ 2 ഭാഗങ്ങളുണ്ടെന്നുള്ളതും അത് 7 പ്രാവശ്യം പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നുള്ളതും അത് വളരെ പ്രാധാന്യമുള്ളതും വെളിപ്പാട് പുസ്തക പഠനത്തിന് ഈ ഒരു വചനം ഉപയോഗിച്ച് നാം ഈ വെളിപ്പാട് പുസ്തകത്തെ തുറക്കുന്നില്ല എങ്കിൽ മറ്റാർക്കും തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന യഥാർത്ഥമായ മർമ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതും നാം ചിന്തിപ്പാൻ ഇടയാത്തീർന്നു. അപ്പോൾ 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 പ്രവചന ഭാഗങ്ങളാണ്. അതിൽ ഒന്ന് നിവർത്തിയിരിക്കപ്പെട്ടതും രണ്ടാമത്തെ നിവർത്തിയിരിക്കപ്പെടുവാനുള്ളതുമാകുന്നു. ഒന്ന് നിവർത്തിയിരിക്കപ്പെട്ടത് കർത്താവ് ലോകത്തിന്റെ അവസാനത്തെങ്കിൽ അഥവാ അന്ത്യകാലത്ത് അഥവാ കർത്താവിന്റെ 1-ാമത്തെ വരവെങ്കിൽ അവൻ പാപങ്ങളുടെ പരിഹാരം വരുത്തി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ള ഭാഗം പൂർത്തീകരിക്കപ്പെടുകയും എന്നുവരെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശത്രു അഥവാ യേശു ക്രിസ്തുവിന്റെ ശത്രുവും ആയിരിക്കുന്ന സാത്താനും ശത്രുക്കളായിരിക്കുന്ന സാത്താനും എൻ്റെ ദൂതന്മാരും ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് എന്നാണോ തള്ളപ്പെടുന്നത് അന്ന് വരെയാണ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2000 വർഷമായി പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കുഞ്ഞാടാം ദൈവം അവിടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അത് കാത്തിരിക്കുന്നത് സ്വർഗീയ പിതാവ് മർമ്മമായി വെച്ചിരിക്കുന്ന ആദിയാതന്മാരുടെ എണ്ണം എത്രയെന്ന് തികയപ്പെടുന്നത് സ്വർഗാസുഖത്തിൽ പ്രഖ്യാപിക്കുന്ന ദിവസത്തിലാണ്. അന്നാണ് തൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ മധ്യാകാശത്തിലേക്ക് പിതാവാം ദൈവം അയക്കുന്നത്. ആ സന്ദർഭത്തിലാണ് സാത്താൻ പാതപീഠമാകുന്നത്. ഈ ഒരു വിഷയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം നടത്താൻ കഴിയത്തുള്ളതും. അപ്പോൾ ഇനി സംഭവിക്കാനുള്ള വിഷയം ഏറ്റവും അതിപ്രധാനമായ വിഷയമായിട്ടുള്ളത് അത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലുമാണെന്നും ഉള്ളതും അത് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളതുള്ളതും സത്യമാണ്. പക്ഷേ ഇത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലാകാതിരിക്കുന്നതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ മുഴുവൻ പഠനവും പൂർത്തീകരിക്കപ്പെടാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ ഇത് എന്ന് എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു അത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ദൈവകൃപയാൽ ഈ സങ്കീർത്തനം 110-ാം അധ്യായം 1-ാം വാക്യത്തെ വെച്ച് നമ്മൾ ചിന്തിച്ച് പഠിക്കുമ്പോൾ ഈ പ്രവചനം നിവൃത്തിയിരിക്കപ്പെടുന്ന വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ എടുക്കപ്പെടുന്ന സഭയെക്കുറിച്ചാണ് ഒരു ആൺകുട്ടിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നുള്ളതും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ 3 പ്രധാന സംഭവങ്ങൾ 3 കാര്യങ്ങളാണ് അതിൽ സംക്ഷേപിച്ചിരിക്കുന്നത്. ഒന്ന്, കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത്തിൽ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതും. 2-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താനും അവന്റെ ദൂതന്മാരും ഭൂമിയാകുന്ന പാതപീഠത്തിലേക്ക് വരുന്നതും സ്വർഗത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ പാരഗ്രാഫിൽ. അപ്പോൾ സാത്താൻ പാതപീഠമാകുന്ന ഭൂമിയിൽ
മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സാത്താന്യ ഭാവത്വത്തെ കുറിച്ചാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ സംക്ഷിപ്ത രൂപം. അപ്പോൾ ഇത് മനസ്സിലാക്കാമെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പുറകോട്ടും മുമ്പോട്ടുമായിട്ട് നാം പഠിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയത്, ഈ മോഡലിംഗ് ഒക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വീടിന്റെ മോഡലൊക്കെ ഒരു ട്രെയിനിന്റെയോ കാറിന്റെയോ ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അത് അതിന്റെ പാക്കറ്റ് അഴിച്ച് അത് വെളിയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ചിതറിക്കിടക്കും. പിന്നീട് ഓരോ കുഞ്ഞിന്റെയും ബുദ്ധിക്ക് വികാസത്തിനനുസരിച്ചാണ് അത് റീമോഡൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇതെല്ലാം വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഇത് സ്വർഗത്തിൽ പ്രദർശിപ്പിച്ചതാണ്. എന്നാൽ മനുഷ്യനായിരിക്കുന്ന ഞാനും നിങ്ങളും 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള സമയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി തികഞ്ഞ പ്രായത്തിലേക്ക് എത്താൻ വേണ്ടി, ഇപ്പോൾ ജനിച്ചു വീണ സഭ പെട്ടെന്ന് തികഞ്ഞ പ്രായത്തിലേക്ക് എത്തിയില്ല. അന്ന് മുതൽ പഠിച്ചു വന്നിട്ടും ഇതുവരെയും ഇതിന്റെ യഥാർത്ഥമായ ഒരു റീമോഡലിംഗ് നടന്നിട്ടില്ല. അതിന്റെ ഒരു ഏകദേശമുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ വെളിപ്പാട് പുസ്തകം എഴുതി ശേഷമായി പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. എത്രയോ പേര് ഇത് പഠിച്ചു. അങ്ങനെ പഠിച്ച് അവരൊന്നും തെറ്റല്ല ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എഴുതി പഠിച്ചും ചിന്തിച്ചും വന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് രണ്ട് വയസ്സുള്ള കുഞ്ഞിന് അതിനെ പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയും. 3 വയസ്സാകുമ്പോൾ, 4 വയസ്സാകുമ്പോൾ, 5 വയസ്സാകുമ്പോൾ ഒരു പ്രായത്തിന്റെ ഒരു തികവ് വരുമ്പോൾ അതിന് ഈസി ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ കാലങ്ങളായി പഠിച്ച് ക്രിസ്തുവിന്റെ തികഞ്ഞ പ്രായത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവസഭ, ആഗോളസഭ എത്തുന്നു. വ്യക്തിപരമായിട്ട് ഓരോരുത്തരും വളർച്ച പ്രാപിച്ചു പോയിട്ടുണ്ട് 1-ാം നൂറ്റാണ്ട് മുതൽ. എന്നാൽ ആഗോളസഭ അതിന്റെ പൂർണ്ണതയിലേക്ക് ഒരുമിച്ചെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ പഠനം യഥാർത്ഥമായി വെളിപ്പെട്ട് കിട്ടുന്നത്. അത് ഏകദേശം ഇപ്പോഴുള്ള സമയത്തോട് ബന്ധത്തിലായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് സഭയായിട്ട് എടുക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഉപദേശനായിരിക്കുന്ന കർത്താവ് സകലവും പഠിപ്പിക്കും. ഇത് കഴിഞ്ഞ 2000 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് തീരാറായി. അതിന്റെ അർത്ഥം സഭയം കൊണ്ട് ഉപദേശമായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയമായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ വേണം വെളിപ്പാട് പുസ്തക പഠനത്തെ പഠിക്കേണ്ടത്. അതല്ലാതെ ചാപ്റ്റർ വൈസ് പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനെ എല്ലാവർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. കാരണം ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നുള്ളത്. നമുക്കറിയാം, നോട്ട് അടിക്കുന്നത് സാധാരണ ഒരു നോട്ടീസ് അടിക്കുന്ന പോലെയല്ല. ഇവിടുത്തെ മുദ്രപത്രങ്ങളോ കറൻസികളോ ഒക്കെ അടിക്കുമ്പോൾ എത്ര സങ്കീർണമായിട്ട് അടിച്ചു വയ്ക്കുന്നത്. അതങ്ങനെ മറ്റാരും അടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം മനസ്സിലാകേണ്ടവർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിങ്ങനെ സങ്കീർണമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നോവൽ പോലെ എഴുതി വെക്കാൻ വേണ്ടി. പക്ഷെ അത് സാത്താന്റെ കയ്യിൽ അതിൻ്റെതായ ആഴങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി, അവരത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി, അവന്റെ ലോകം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് സങ്കീർണമായിട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആൾക്കാർ പഠിച്ചോട്ടെ. പക്ഷേ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? പക്ഷെ ഇവൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. അവൻ കൺഫ്യൂഷൻ ആയിരിക്കും. അവന് സംശയമായിരിക്കും. സാത്താനെ പറ്റിയ ഏറ്റവും വലിയ വിഷയം അവന് എപ്പോഴും സംശയങ്ങളാണ്. അവനൊന്നിലും വിശ്വസിതാണ്. കർത്താവിനെ കുറിച്ച് യേശുക്രിസ്തു വന്നപ്പോഴും അവന് സംശയമായിരുന്നു. ഇവനാണോ അല്ലയോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ പേരിലാണ് യേശുവിനെ ക്രൂശിച്ചത്. അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവനിത് കിട്ടിയാലും അത് പ്രയോജനപ്പെടത്തില്ല. അതവന് സംശയത്തിന് കാരണമായി തീരുകയുള്ളൂ. എന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ രഹസ്യമായി മർമ്മം വെച്ചിരിക്കുന്നത്. ഇത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വെളിപ്പാട് ദിവസം വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തികവിലേക്ക് എത്തുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് പരിശുദ്ധമായി ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി വെളിപ്പെടുത്തി അതിന്റെ പൂർണ്ണതയിലെത്തിയ ശേഷമേ കർത്താവ് തന്റെ സഭയെ എടുക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധമായി ഇവിടുന്ന് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ ഇത്രമാത്രം സങ്കീർണത എന്ന് പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള പ്രവചനങ്ങളോട് ബന്ധത്തിൽ പഠിക്കുമ്പോഴും ഇവർ സങ്കീർണതയുണ്ട്. പക്ഷെ അതിനെ പരിശുദ്ധാത്മാവ് ഏത് ആത്മാവിലാണോ അത് രേഖപ്പെടുത്തി, ആരാണോ ഇതിന് ദർശനം കൊടുത്തിരിക്കുന്നത്, അതേ ആത്മാവ് നമുക്ക് ആ ദർശനം തന്നെങ്കിൽ മാത്രമേ ഇതിനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെളിപ്പാട് 12-ാം അധ്യായത്തിന്റെ ഏകദേശം ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. എന്നാൽ അതിലേക്ക് പെട്ടെന്ന് പഠിക്കാൻ പോകാതെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും മനുഷ്യന്റെ മരണാനന്തര പുനരുത്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി 5 തേജസ്സിന്റെ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിപ്പാൻ ഇടയാത്തീർന്നു. 5 തേജസ്സിന്റെ മണ്ഡലങ്ങൾ. അത് ഓരോ നിരയിൽ ഉള്ളവർക്കാണ് ഇത് ലഭിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ ഇടയാത്തീർന്നു. 30, 60, 100 മീനിയുള്ള നിരയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇടയാത്തീർന്നു. അപ്പോൾ തേജസ്സിന്റെ 5 ആത്മമണ്ഡലങ്ങളുണ്ട്. ആത്മീയ തേജസ്സിന് 5 മണ്ഡലങ്ങളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിടുതൽ പ്രാപിച്ച് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ തികഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിനെയാണ് തികഞ്ഞ തേജസ്, പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പോൾ സൂര്യ തേജസ്സുണ്ട്,
ചന്ദ്രദേശമുണ്ട്, നക്ഷത്രദേശമുണ്ട്, നക്ഷത്ര ദേശ വ്യത്യാസമുണ്ട്, ഭൗമിക ദേശമുണ്ട്. ഇങ്ങനെയാണ് തേജസ്സിന്റെ 5 ആത്മീയ മണ്ഡലങ്ങൾ. പിന്നീട് തേജസ് ഇല്ലാത്ത കൂട്ടരുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തേജസ്സിനുള്ള ബന്ധത്തിൽ പഠിക്കുന്ന 5 ആത്മീയ മണ്ഡലങ്ങൾ. ഇതിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 12-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള സെലസ്ഷ്യൽ ആയിട്ടുള്ള അഥവാ സ്വർഗീയ ശരീരങ്ങളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കാനുള്ളവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് ഇസ്രായേലിനെ കുറിച്ചല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനെയും കണ്ടാൽ അന്നേരം തന്നെ എല്ലാവരും പോകും, ഇസ്രായേലിന് പിന്നാലെ പോകും. പ്രിയപ്പെട്ടവർ, അത് ജോസഫ് കണ്ട ദർശനമാണ്. അത് ജോസഫിന്റെ ജീവിതത്തിൽ നിവർത്തിയിരിക്കപ്പെടുകയും ചെയ്തു. അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അതിന്റെ യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കാൻ അറിയാതിരുന്നത് കൊണ്ടാണ് എന്താണെന്ന് വെളിപ്പെടുത്താൻ കഴിയും. ഇപ്പൊ ഈ തേജസ്സിനെ കുറിച്ചും തേജസ്സിന്റെ മണ്ഡലങ്ങളെ കുറിച്ചും മരണാന്തരങ്ങളെ കുറിച്ചുമുള്ള ഒരു പഠനം നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അത് ഇല്ലാത്തത് കൊണ്ടാണ് ജോസഫ് കണ്ട സ്വപ്നത്തോടുള്ള ബന്ധത്തിൽ ഈ വെളിപ്പാട് 12-ാം അധ്യായത്തെ പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും അത് ശരിയല്ല. കാരണം വെളിപ്പാട് 12-ാം അധ്യായമായിട്ട് ഇതിനെന്ത് ബന്ധമിരിക്കുന്നത്? യോസഫ് കണ്ട ദർശനം സൂര്യനും ചന്ദ്രനും അവന്റെ അപ്പനും അമ്മയും സഹോദരന്മാരെല്ലാം അവനെ നമസ്കരിക്കുന്ന സംഭവിച്ചതാണ്. മിസ്രൈമിൽ അവർ അപ്പം യാക്കോബ് നമസ്കരിച്ചത്. പക്ഷെ യാക്കോബ് അവന്റെ പ്രതിനിധിയായിട്ടാണ് ഇവരെ അയക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അടിയന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. യാക്കോബ് ഉൾപ്പെടെയുള്ള അവന്റെ സന്തത പരമ്പരകളും അവന്റെ ഭാര്യമാരെല്ലാം ഉൾപ്പെടുന്നവരാണ് അവിടെ പോയി അവൻ നമസ്കരിച്ചു. അതോടുകൂടി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ അവൻ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അവനെ നമസ്കരിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്ന പ്രവചനം നിവർത്തിയിരിക്കപ്പെട്ട പ്രവചനത്തെ വീണ്ടും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു വിഷയം കൊണ്ട് ആരും ചിന്തിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റായ പഠിപ്പിക്കൽ ഉള്ളതുകൊണ്ടാണ്, ചിന്തയുള്ളതുകൊണ്ടാണ് പലർക്കും അതിന്റെ ആഴം മനസ്സിലാകുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിവർത്തിയിരിക്കപ്പെട്ട പ്രവചനത്തിന്റെ അല്ല ഭാവി കാലത്തുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കൂട്ടര് വെളിപ്പാട് 12-ാം അധ്യായത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അത് യേശുക്രിസ്തുവിന്റെ അമ്മ മറിയയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ യേശുവിനെ പ്രസവിച്ചെങ്കിൽ അന്ന് തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടില്ലല്ലോ. ഇവിടെ 33 വർഷം ഇരുന്നില്ലേ, ഇവിടെ ജീവിച്ചല്ലോ. അപ്പൊ അത് കഴിഞ്ഞു പോയ സംഭവത്തെ ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ പിന്നെ എന്തിനാ എഴുതി വെക്കുന്നത്? സംഭവിക്കാനുള്ള വിഷയത്തിൽ അത് യശയാന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയല്ലോ. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചത് കർത്താവിന്റെ ജനത്തെക്കുറിച്ച് പ്രസ്താവിച്ച വിഷയം അത് പുതിയ നിയമത്തിൽ സ്ഥാപിതമായ കാര്യം, അത് നിവർത്തിയിരിക്കപ്പെട്ട കാര്യമാണ്. നിവർത്തിക്കപ്പെട്ട ഒരു കാര്യത്തെ വീണ്ടും സംഭവിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്ന മണ്ടത്തരം ബൈബിളിൽ രേഖപ്പെടുത്തത്തില്ല. അപ്പോൾ അതും അടിസ്ഥാനമായ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ പൊതുവെ വേർതിരിക്കപ്പെട്ടവരുടെ ഇടയിലുള്ള 12-ാം അധ്യായത്തെക്കുറിച്ചുള്ള പഠനം സായങ്ങളുടെ ബന്ധത്തിൽ അവർ അതിനെ കണക്കാക്കുകയും നാമധേയ ക്രിസ്ത്യാനികൾ അതിനെ മാതാവിനോടുള്ള ബന്ധത്തിൽ, യേശു ജനിക്കുന്നതിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുകയും മറ്റു ചിലർ ഇതിനെ വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രത്യേക ഒരു ഗ്രൂപ്പാണ് എടുക്കപ്പെടുന്നതുള്ള സിയോൺ സംഘമാണെന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചും. അത് ഒന്നും ശരിയായിട്ടുള്ള പഠനമല്ല. എന്നാൽ ഇത് തേജസ്സിന്റെ 5 വ്യത്യസ്തമായ മണ്ഡലങ്ങളുള്ളതിൽ 3 സ്വർഗീയ ശരീരങ്ങളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ള മീതെയുള്ള യെരൂശലേമുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ മരണാനന്തര പുനരുത്ഥാന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സൂര്യ തേജസ് ഇതാണ്, ചന്ദ്രതേജസ് ഇതാണ്, നക്ഷത്ര തേജസ് ഇതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പം അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോഴത്തേനാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പിന്നീട് പറയും വെളിപ്പാട് ദിവസം പഠിച്ചൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ വളരെ സിമ്പിളായി ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദം മുതൽ ഒടുക്കത്തെ നാൾ വരെ ഇവിടെ പാവവും മരണവും ഒക്കെയുള്ള സമയത്ത് മരണം നീങ്ങിപ്പോകുന്നില്ല. അതുവരെയുള്ള സമയത്ത് ജനനവും മരണമുണ്ട്. അപ്പൊ ഈ സമയത്ത് മരിക്കുന്ന മനുഷ്യൻ എവിടേക്ക് പോകുന്നു, അവര് എല്ലാവരും എന്ന് പുനരുത്ഥാനം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പഠനം അത് നടത്തിയിട്ടുണ്ട്. അത് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായി അക്കമിട്ട് നിരത്തി ദൈവ വചനത്തിന് ആധികാരികതയിൽ തെളിയിച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ അത് പഠിക്കാൻ, ഞാൻ അതിലേക്ക് മുഴുവൻ പോകുന്നില്ല. എന്നാൽ ഒരു വെളിപ്പാട് പഠനത്തിന് പഠിക്കാൻ ആവശ്യമായ ഏകദേശ കാര്യങ്ങളെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അതിന്റെ രക്തചുരുക്കമായിട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിച്ച് അത് വെളിപ്പാട് പുസ്തകമുള്ള ബന്ധത്തിൽ നമുക്ക് നീ തുടർന്ന് പഠിക്കാനുള്ള വിഷയമായതുകൊണ്ട് അതിനുള്ള ബന്ധത്തിൽ ഒന്നുകൂടി മരണാന്തര നിലകളെയും പുനരുത്ഥാന നിലകളെയും വേഗത്തിൽ വെളിപ്പെടുത്തി നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് പോയി. ഞാൻ പോകുന്നത്, ഞാൻ പറഞ്ഞാൽ ഒരു വലിയ മരം വെട്ടണമെന്നുണ്ടെങ്കിൽ അത് ശകലം വെട്ടിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല.
അത് വെട്ടണമെന്നുണ്ടെങ്കിൽ അത് ചൂടോടെ വെട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കഷ്ടപ്പാടുണ്ട്. മണ്ണൊക്കെ മാന്തി അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ പറിക്കണം. എങ്കിൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ. അതാണ് യഥാർത്ഥമായി വെളിപ്പാട് സ്വർണ്ണത്തിന് ഞാൻ ഇത്രയും ചുറ്റും കിടന്ന് കളിക്കുന്നത്. കാരണം പെട്ടെന്ന് എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചൂട് മാന്തി അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം രീതിയിൽ ഞാൻ ഈ വെളിപ്പാട് സ്വർണ്ണത്തിൻ്റെ 12-ാം അധ്യായത്തിൽ, കാരണം ഇതിന് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും നിൽക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ തന്നെ കൂടിയിരിക്കുന്നത്. കാരണം ഈ വചനം പഠിക്കുന്ന ആർക്കും നാളെ ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരിശ്രമം തരുന്ന കഴിവനുസരിച്ച് വെളിപ്പെടുത്തി തരണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ റൂട്ടിലേക്ക് ഇതിന്റെ ചൂട് മാന്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ 2 വചനങ്ങളെ ആധാരമാക്കി മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെയാണെന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ അത് കാണാൻ സാധിക്കുന്നത്, നമുക്ക് വേഗത്തിൽ കാണാൻ സാധിക്കും. മണ്ണാന്തരങ്ങളെ കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് 5-ാം അധ്യായം 13-ാം വാക്യവും 20-ാം അധ്യായം 13-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, പഴയ നിയമത്തിൽ മനുഷ്യൻ മരിച്ചാൽ എവിടെയാകും, അഥവാ യേശുക്രിസ്തു വന്ന് പുതിയ നിയമം സ്ഥാപിക്കുന്നത് വരെ യഥാർത്ഥമായ വീണ്ടെടുപ്പ് നടന്നിരുന്നില്ല, യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ പാതാളത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ബേസ് ഇട്ട് പോയത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പഴയ നിയമത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ എവിടെ എന്നുള്ള ചിന്തയായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ഹാവേലാണ് ആദ്യമായി ലോകത്തുനിന്ന് മരണാന്തരം നീക്കപ്പെടുന്നുള്ളൂ. ശരീരത്തിൽ ജഡമരണത്തിൽ ഒന്നാമത് മരിച്ചത് ഹാവേലായിരുന്നുള്ളതും. അപ്പോൾ ഹാവേലിന്റെ ആത്മാവ് വിശുദ്ധനായതുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ഒന്നാമത് ഈ ഭൂമിയിൽ നിന്ന് ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയപ്പോൾ അത് കർത്താവിന്റെ കയ്യിലേക്ക് തന്നെയാണ് പോയത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, കൈന മരിക്കുന്നെങ്കിൽ സാത്താൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. ചില ചോദിക്കും, എന്തുകൊണ്ടാ നല്ലത് ചെയ്ത ഹാബേൽ മരിക്കാൻ കാരണം എന്താ? ദൈവത്തിന്റെ ആരംഭം അവന്റെ കയ്യിൽ തന്നെ ചെല്ലണം. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക, ഒരു കാര്യത്തിന്റെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് ആദ്യം തന്നെ കള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥൻ എന്തിനാ നിൽക്കുന്നത്? അപ്പോൾ ദൈവത്തിന്റെ കൃഷിയാകുന്ന മനുഷ്യനിൽ നിന്ന് ആദ്യം ജഡമരണം സംഭവിച്ചപ്പോൾ ആ ആത്മാവ് ദൈവത്തിന്റെ അടുക്കിലേക്കാണ് പോയത്. അപ്പൊ അതുകൊണ്ടാണ് ഹാബേൽ മരിക്കാൻ ഇടയാത്തതെന്ന്. ഹാബേൽ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ ഭൂമി തുറന്ന് താഴേക്ക് കൊണ്ടുപോയെന്നും അവൻ എത്തിച്ചേർന്നത് മീതെയുള്ള പാതാളത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ ധനവാന്റെ ലാസറിന്റെ വിഷയം പഠിക്കുമ്പോൾ മീതെയുള്ള ഭാഗമുണ്ടെന്നും താഴെ യാതനാസ്ഥലമുണ്ടെന്നും നമ്മൾ ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ പിളർപ്പുണ്ടെന്നുള്ളതും മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് മീതെയുള്ള പാതാളം, അധമപാതാളം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള വാക്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ശൂന്യത ഇട്ടിരുന്നതെന്നുള്ളത് നാം ചിന്തിച്ചു. അഗ്നിനരകം എന്നുള്ളത് ഭൂമിയുടെ ഭാഗമല്ല, ഭൂമിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് അഗ്നിനരകം. അവിടെ എപ്പോഴും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യാണ്. അവിടെ നിന്നുള്ള ജ്വാലയാണ് ഭൂമിയിലൂടെ പ്രവേശിച്ചിട്ട് നരകമാകുന്ന മരണം അതിലൂടെ വന്ന് യാതനാസ്ഥലം വരെ വരുന്നത്. യാതനാസ്ഥലത്തു നിന്ന് മുകളിലോട്ട് അത് സഞ്ചരിക്കാതെ ദൈവം അതിനെ വാക്യമിട്ടിരിക്കുന്നു. കാരണം വായു ഇല്ല, മറ്റൊന്നുമില്ലാതെ, ഒരു മീഡിയ ഇല്ലാതെ ചൂട് മുകളിലോട്ട് പോകത്തില്ല. അതിന് കാരണം ദൈവം ഭൂമിയെ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെ എവിടെ വെക്കണമെന്നുള്ള ദൈവം മുന്നമേ അത് പ്ലാൻ ചെയ്താണ് ഭൂമിയെ പണിതിരുന്നത്. അതായത് ഏച്ചുകെട്ടി പണിതല്ല. ഇതെല്ലാം ദൈവം മുന്നമേ അവൻ യഥാർത്ഥത്തിലുള്ള നല്ലൊരു ആർക്കിടെക്റ്റാണ്. എല്ലാം വിഭാവനം ചെയ്തുകൊണ്ട് ഈ ഒടുക്കത്തെ നാൾ വരെയുള്ള സകല മനുഷ്യനെയും കണ്ടുകൊണ്ട് ഉണ്ടാകുന്ന ആത്മീയ നിലവാരങ്ങളെ, മരണാനരകളെ എല്ലാം കണ്ടുകൊണ്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിനരകം ദൈവം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അഗ്നിനരകത്തിനും പരദീസയ്ക്കും 1-ാം സ്വർഗത്തിനും ഇടയിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തീയുടെ ജ്വാല മാത്രമാണ് ഈ അഗ്നിനരകത്തിൽ നിന്നുള്ള തീജ്വാലയുടെ ആണ് യാതനാസ്ഥലത്ത് വരുന്നത്. അവിടെയാണ് ധനവാൻ കിടന്ന് പറയുന്നത്, ഞാൻ ഈ യാതനാസ്ഥലത്ത് കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്നു, ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മീതെയുള്ള അവിടെ ഇരുന്നുകൊണ്ട് അബ്രഹാമും കൂട്ടരെയൊക്കെ ഇവർ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അബ്രഹാമിന്റെ മടിയിലേക്കാണ് ലാസർ കടന്നു പോയത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഹാവേൽ ഉൾപ്പെടെയുള്ള എല്ലാ പഴയ നിയമത്തിന്റെ ശേഷന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരെ അബ്രഹാമിന്റെ മടിയോടുള്ള ബന്ധത്തിലും, എന്നാൽ കുഞ്ഞുങ്ങളെ പോലെ നിത്യ യോഗ്യതയായിട്ടുള്ളവരെ അവിടെ മീതെയുള്ള പാതാളത്തിൽ അവർ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മടിയിലിരിപ്പാൻ യോഗ്യതയില്ല. കാരണം അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ കൂടെ മടിയിലിരിപ്പാണ് യോഗ്യത, ഇസ്മായിലിനില്ല. അപ്പോൾ ഇസ്മായിലിനെ പോലെ നിത്യ യോഗ്യത, ഇസ്മായിൽ ഒരിക്കൽ നരകത്തിലേക്കല്ല പോയത്, എന്നാൽ ഇസ്മായിലിനെ പോലെയുള്ള
അതുപോലെ നിത്യജീവന് മാത്രം യോഗ്യതയുള്ള രണ്ട് ഉള്ള പ്രിയപ്പെട്ടവരും ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ അവിടെ ഉണ്ട്. അതിനെ നമ്മൾ പറഞ്ഞു 30 മേനി എന്നും 60 മേനി. പഴയ നിയമത്തിൽ 30ഉം 60ഉം മേനി ഉണ്ടായിരുന്നു എന്നുള്ളതും. അവരെയാണ് പാതാളത്തിൽ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന അവിടെ നിന്നാണ് കർത്താവ് അവരെ ഉദ്ധരിച്ചുകൊണ്ടുപോയെന്ന് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്. അവൻ അധോഭാഗങ്ങളിലേക്ക്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് യേശുക്രിസ്തുവിന്റെ മരണസമയത്താണ് അവന്റെ ജീവനാണ് കടന്നതെന്ന് ഈ മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നതോട് സുവിശേഷം അറിയിച്ച് അവിടെ ഉണ്ടായിരുന്ന അബ്രഹാം ഉൾപ്പെടെ, ഹാബേൽ ഉൾപ്പെടെ, നോഹ ഉൾപ്പെടെ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നോ, കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം സ്ഥാപിതമാകുന്നതോടുകൂടി പാതാളത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആത്മാക്കളെ മോചിപ്പിച്ചു. അവരെയും കൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് കയറി. പിന്നീട് മരിക്കുന്ന ഒരു വിശുദ്ധൻ പോലും, ഒരു നീതിമാൻ പോലും 30 മേനിയാകട്ടെ 60 മേനിയാകട്ടെ ആരും തന്നെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ പാതാളത്തിലേക്ക് പോകാതെ ദൈവം അവരെ ഉദ്ധരിച്ചു. അപ്പൊ അതുകൊണ്ട് മീതെയുള്ള പാതാളം ഇപ്പോൾ ശൂന്യമായി കിടക്കുന്നു. അവിടെ നേരത്തെ ആൾക്കാരുണ്ടായിരുന്നു എന്നുവരെയാണ്. ഹാബേൽ മുതൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയം വരെ ഉള്ള മരിച്ചുപോയ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പഴയ വിശുദ്ധന്മാരും നിത്യജീവന യോഗ്യതയായിട്ടുള്ളവരുമാണ് മീതെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പുതിയ നിയമം സ്ഥാപിതമായപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാൽ അവരെ മോചിപ്പിച്ച് ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ ഉയരത്തിലേക്ക് കരേറി. ഇപ്പോൾ മീതെയുള്ള പാതാളത്തിൽ ആരുമില്ല. അതിൻ്റെ ഉദ്ദേശ ശുദ്ധീകരണം അതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു. ഇതാണ് പഴയ നിയമത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. എന്നാൽ മരിച്ചുപോയ ദുഷ്ടന്മാരായിരിക്കുന്ന പാപികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് പാപികളായിട്ടുള്ളവരുമുണ്ട്, കഠിനപാപികളായിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ പാപികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധനവാൻ പാപിയായിരുന്നു, അവനെ യാതനാ സ്ഥലത്തേക്ക് അധം പാതാളത്തിലേക്കാണ് പോയത്. എന്നാൽ കയീൻ അവൻ പാപിയായിരുന്നില്ല, കഠിനപാപിയായിരുന്നു. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടും അവൻ ദൈവത്തോട് ധിക്കാരം കാണിച്ച് പാപം ചെയ്ത് അവൻ പാപിയല്ല, കഠിനപാപിയാണ്. അപ്പോൾ കഠിനപാപം ചെയ്തവരെ പാപം ചെയ്ത ദൂതന്മാരോട് കൂടിയാണ് തള്ളുന്നത്. അപ്പോൾ പാപം ചെയ്ത ദൂതന്മാർ എവിടെയിട്ടിരിക്കുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് പാപം ചെയ്തവരെ ആദരിക്കാതെ അവരെ അന്ധതമസ് ചങ്ങലയ്ക്കിട്ട് എന്നേക്ക് നരകത്തിൽ അവരെ ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ നരകത്തിൽ ബന്ധനത്തിലായിരിക്കുന്ന ദുഷ്ടദൂതന്മാരുണ്ട്. അപ്പോൾ എന്നാണ് ദുഷ്ടദൂതന്മാരുണ്ടായത്? നോഹയുടെ ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് സ്വർഗീയ പർദീസയിൽ നിന്ന് അവിടെ വാസസ്ഥലം വിട്ടുവന്ന് ഭൂമിയിൽ വന്ന് മ്ലേച്ഛത പ്രവർത്തിച്ചവരെയാണ് ഈ ദൂതന്മാരെ ബന്ധിച്ച് നരകത്തിലാക്കിയിരിക്കുന്നത്. ദൂതന്മാർക്ക് ജഡമരണമില്ല. അവർക്ക് ഒരിക്കൽ ആത്മമരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവര് മനുഷ്യരെ പോലെയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ആത്മമരണം സംഭവിച്ച് ലോകത്തിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലൂടെ വഷളത്വം പ്രവർത്തിച്ച് അമാനുഷികമായിരിക്കുന്ന തലമുറ ഉണ്ടായതുകൊണ്ടാണ് അത് പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവരെ ബന്ധിച്ചിടുകയും അതുപോലെ ഇനി വശീകരിക്കപ്പെടുന്നവർക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി ഭൂമിയുടെ ഘടന തന്നെ ദൈവം മാറ്റി, കാലാവസ്ഥയെല്ലാം മാറ്റി, ആരോഗ്യം മാറ്റി, അതിൽ നിന്ന് ദൈവം ലോകത്തെ ഇപ്പോഴത്തെ ലോകത്തിലേക്ക് മാറ്റി. അന്നാണ് ഈ പറയുന്ന പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. അവിടെയാണ് കയ്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കിടക്കുന്നത്. അവർക്ക് മാറ്റമില്ല. അധമപാതാളത്തിൽ പോയവർക്കും നരകത്തിലുള്ളവർക്കും യേശുക്രിസ്തു ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഉയർത്തെഴുന്നേറ്റതുകൊണ്ടോ അവർക്ക് യാതൊരു പ്രയോജനമില്ല. എന്നാൽ മീതെ ഉണ്ടായിരുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർക്ക് അവർക്ക് മാറ്റമുണ്ടായി. അവരെ ഉദ്ധരിച്ചുകൊണ്ട് കരയേറിയപ്പോൾ സമുദ്രത്തിൽ ഒരു മരണാനന്തര നിരയുണ്ട്. അത് നിത്യജീവന യോഗ്യതയായിട്ടുള്ളവരാണ് അവിടെ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് കരയേറി. എന്നാൽ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരുടെ ആത്മാക്കളെ കർത്താവ് ഇന്ന് നീ മരിച്ചാൽ, ഇന്ന് അവനോട് യേശുവിനോട് ക്രൂശിക്കപ്പെട്ട മാനസാന്തരപ്പെട്ടവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പർദീസയുടെ വാതിൽ തുറന്നു. അപ്പോൾ സകലത്തെ നിറയ്ക്കേണ്ടുന്നവൻ അവൻ നിറവായിത്തീരും എന്ന് പറഞ്ഞാൽ ശൂന്യമായി കിടന്ന സമുദ്രത്തിന്റെ മരണാനന്തര നിരയും അതുപോലെ തന്നെ പർദീസയും നിറയ്ക്കാൻ തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ്. അപ്പോൾ മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന നിത്യജീവനായിട്ടുള്ളവരെ അവരെ സമുദ്രത്തിലേക്കും അവിടുന്നും കർത്താവ് ഉയരത്തിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരെ ഒന്നാമത്തെ സ്വർഗമാകുന്ന പർദീസയിലെ 1-ാം സ്വർഗത്തിലേക്കും പ്രവേശിച്ചു. അപ്പോൾ യേശുവിനോടുകൂടെ വിശുദ്ധനായിരിക്കുന്ന അഥവാ വിശുദ്ധീകരിക്കപ്പെട്ട ആ മാനസാന്തരപ്പെട്ട വ്യക്തി യേശുവിനോട് പ്രവേശിച്ചത് 1-ാം സ്വർഗത്തിലാണ്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഇവിടുന്ന് അബ്രഹാമിനെയൊക്കെ വിടുവിച്ചുകൊണ്ട് പോയപ്പോൾ ആ സമയത്ത് അവനും മരിച്ച് അവരോടുകൂടി ഒരുമിച്ച്
ഒന്നാമത്തെ പർദീസയിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. സ്വർഗത്തിന് ഒന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. അതിനുശേഷമായി അതേ നിലവാരത്തിൽ ആര് മരിച്ചാലും അവര് പ്രവേശിക്കുന്നത് പർദീസയിലെ ഒന്നാം സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം വരെയുള്ള സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്നാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പഴയ നിയമത്തിലെ പോലെ തുല്യരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരോട് മരണാന്തരയാണ്. അവിടേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. കാരണം അതുപോലുള്ള ഒരു കാലമല്ലല്ലോ, സുവിശേഷത്തിന്റെ കാലമാണല്ലോ. എന്നാൽ സമുദ്രത്തിലേക്ക് ധാരാളം ആൾക്കാർ പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുമ്പോൾ സമുദ്രത്തിലേക്ക് മരണാന്തരത്തിലേക്ക് പോകുന്നുണ്ട്. ഇനി ബാക്കിയുള്ള രണ്ട് നിരകളാണ് പർദീസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാം സ്വർഗവും മൂന്നാം സ്വർഗവും. ഈ ഒന്നാം സ്വർഗമുണ്ട്, രണ്ടാം സ്വർഗമുണ്ട്, മൂന്നാം സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കാൻ കാരണം നമ്മൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്തി 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തു ഒരു മനുഷ്യനെ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പർദീസയോട് എടുക്കപ്പെട്ടു, മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ പർദീസയിൽ 3 സ്വർഗങ്ങൾ ഉണ്ടെന്നുള്ളത് അതിനോട് ബന്ധത്താണ് ചിന്തിച്ചത്. അപ്പോൾ തെളിവ് പ്രാപിക്കുന്ന 100 മേനിയുള്ളവർ എത്തിച്ചേരുന്നത് മൂന്നാം സ്വർഗത്തിലാണെന്നുള്ളതും, അപ്പോൾ സഭയുടെ കന്യകമാരാകുന്ന 60 മേനിയുള്ളവര് രണ്ടാം സ്വർഗത്തിലാകുന്നു എന്നുള്ളതും, അതിൻ്റെ ഒന്നാം സ്വർഗത്തിൽ എത്തിച്ചേർന്നത് പഴയ വിശുദ്ധന്മാരുമാകുന്നെന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഒന്നാം സ്വർഗത്തിൽ എത്തിച്ചേരുന്ന വിശുദ്ധന്മാർ, പഴയ ശ്രേഷ്ഠന്മാർ. രണ്ടാം സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് സഭയുടെ കന്യകമാരുടെ നിലവാരത്തിലുള്ളവർ. മൂന്നാം സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് നിർമ്മല കന്യകയിൽപ്പെടുന്നവർ. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ സൂര്യ തേജസ്സാണ് 100 മേനി ലഭിക്കുന്ന, തികവാകുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നത് 100 മേനിയാണ്. അത് അവർക്ക് ലഭിക്കുന്ന നിർമ്മല കന്യയ്ക്ക് ലഭിക്കുന്ന തേജസ്സാണ്. ആദിജാതന്മാർ സഭയ്ക്ക് ലഭിക്കുന്ന തേജസ്സാണ് 100 മേനി, അത് സൂര്യ തേജസ്. ചന്ദ്രതേജസ് എന്നുള്ളത് സഭയുടെ 60 മേനിയിൽ തികയുന്നവർക്ക് ലഭിക്കുന്നതാണ്. ആ തേജസ്സാണ് ചന്ദ്രതേജസ്. അത് നക്ഷത്ര തേജസ്സുകളാണ് അവർക്ക് ഒന്നാമത്തെ സ്വർഗമാകുന്ന പർദീസ ഒന്നാം സ്വർഗത്തിൽ ശ്രമിക്കുന്ന പഴയ വിശുദ്ധന്മാരിലെ ശ്രേഷ്ഠന്മാർക്ക് ലഭിക്കുന്നത്. സമുദ്രത്തിലുള്ള നിത്യജീവന യോഗ്യതയുള്ളവർക്ക് ലഭിക്കുന്ന തേജസ് ഭൗമിക തേജസ്സാണ്. അവര് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് മാത്രമേ അവർ പ്രവേശിക്കപ്പെടുകയുള്ളൂ. അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലാകുന്നു. ഇതാണ് നമ്മൾ ഇനി പറഞ്ഞതിന്റെ വചനപരമായ തെളിവിന് വേണ്ടി ഞാൻ വചനമെടുത്ത് പഠിപ്പിക്കാൻ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് അന്തരേണ സംശയം തോന്നി, ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വെറുതെ പറഞ്ഞു പോവുകയല്ലേ, ഞങ്ങളിതെങ്ങനെ വിശ്വസിക്കും, ഇതിനെ തെളിവെന്താ അല്ലേ? ചിലർക്കൊക്കെ ഉണ്ടായി തോന്നിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞു പോവുകയാ, ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം, സമുദ്രം, അങ്ങനെ പറഞ്ഞു പോയാൽ തെളിവെന്താ? തെളിവല്ലോ ഉണ്ടോ? അപ്പോൾ തെളിവെന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായം 13-ാം വാക്യവും 20-ാം അധ്യായം 13-ാം വാക്യം വായിച്ചിട്ട് ഈ പറഞ്ഞ നിരകൾ അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിലുണ്ടായിരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആൾക്കാർക്ക് സംശയമില്ല. അബ്രഹാന്റെ മടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നാമധേയ ക്രിസ്ത്യാനികൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് അബ്രഹാന്റെ മടി. അത് ഇപ്പോഴും അവരുടെ പ്രശ്നം അതാ, അവരുടെ പ്രസംഗ വിഷയം ഏതാ? യേശു ക്രിസ്തു മരിച്ചതിന്റെ പ്രയോജനം എന്താണെന്നോ, കർത്താവിന്റെ രക്തം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നോ, മണവാട്ടി സേവ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് എപ്പോഴും അബ്രഹാന്റെ മടിയേ ഉള്ളൂ. പിന്നീട് പുനരുത്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഇടത്തും വലത്ത് നിൽക്കുന്നതിനെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ഇടത് ചെമ്മരിയാടും കോലാടും, ഇത് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മളതിൽ നിന്നൊക്കെ എത്രയോ വളരെ വിശാലമായ രീതിയിൽ പഠിക്കേണ്ടവരാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം 13-ാം വാക്യം ഞാൻ വായിക്കാം. അത് എന്തുകൊണ്ടാണ് വായിക്കുന്നത് ചോദിച്ചാൽ, അതിൻ്റെ മരണാന്തരങ്ങളിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ദൈവത്തെ സ്തുതിക്കുന്ന അവരാരൊക്കെയാണ്, അവിടെ ആ സ്ഥലത്തേക്കാണ് ദൈവത്തെ സ്തുതിക്കുന്ന നിലവാരം അനുസരിച്ച് ആത്മാക്കൾ മാറ്റപ്പെടുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെളിപ്പാട് 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ സ്വർഗാസ്വർഗത്തിലുണ്ട്. അവിടേക്ക് ഇതുവരെ ഒറ്റ ആത്മാവ് പോലും പോയിട്ടില്ല. യേശു ക്രിസ്തു മാത്രമേ അവിടേക്ക് എത്തി. അവൻ അവിടെ നിന്ന് വന്നു, അവിടേക്ക് മടങ്ങിപ്പോയി. എന്നാൽ സ്വർഗമാകുന്ന പർദീസയിൽ ദൈവത്തെ സൃഷ്ടിക്കുന്ന ദൂതന്മാരുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്ന ദൂതഗണങ്ങളുണ്ട്. ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മെ പോലുള്ളവരുണ്ട്. ഭൂമിയിൽ നിന്നാണ് മരണാനന്തര നിരകൾ രൂപപ്പെടുന്നത്. ഭൂമിയിൽ നിന്നാണ് മനുഷ്യന്റെ മരണാനന്തരകൾ രൂപപ്പെടുന്നത്. ഭൂമിയിൽ നിന്നാണ്. ദൈവത്തെ സ്തുതിക്കുന്നവർ നമുക്കറിയാം, ആദം മുതലുള്ള വ്യക്തികളെ പഠിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിൽ ദൈവത്തെ
സ്തുതിക്കുന്ന സൃഷ്ടികൾ ഭൂമിയിലുണ്ട്. അത് ഒടുക്കത്തെ നാൾ വരെ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഭൂമിക്ക് കീഴിൽ, ഈ ഭൂമിക്ക് കീഴിൽ എന്നുള്ളത് അത് യാഗപീഠത്തിന്റെ കീഴിലാണ്. യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കൾ ഉണ്ടെന്നുള്ളത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഇപ്പോൾ അവിടേക്ക് ഒരൊറ്റ വ്യക്തി പോലും പ്രവേശിച്ചിട്ടില്ല. അവിടെ പ്രവേശിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഭൂമിക്ക് കീഴിൽ എന്നുള്ളത് യാഗപീഠത്തിന് കീഴിലാണ്. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കും. യാഗപീഠത്തിന് കീഴിൽ എന്ന് പറയുമ്പോൾ സ്വർഗാസ്വർഗത്തിൽ യാഗപീഠമുണ്ട്, യെരൂശലേമിൽ യാഗപീഠമുണ്ട്. എന്നാൽ ഈ യാഗപീഠം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗാസ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കളെ കണ്ടെന്നല്ല. യെരൂശലേം ദേവാലയത്തിന്റെ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്ന യാഗപീഠത്തിന് കീഴിൽ ആത്മാക്കളെ കണ്ടെന്നല്ല. യേശു യാഗമായി തീർന്ന ഭൂമി, അതാണ് ക്രിസ്തു യാഗമായി തീർന്നത് ഭൂമിയാകുന്ന യാഗപീഠത്തിലാണ്. അപ്പോൾ ആ ഭൂമിയാകുന്ന യാഗപീഠത്തിന്റെ കീഴിൽ ഒരു മരണാന്തരയുണ്ട്. അവിടെയാണ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷികളാകുന്നവരെ വെക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഭൂമിക്ക് കീഴിൽ എന്നുള്ളത്. അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. പിന്നെ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ വഴിയാവുള്ളത് സമുദ്രത്തിലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് തീർന്നു. സമുദ്രം മുതൽ ഭൂമിക്ക് കീഴിൽ, അതുപോലെ തന്നെ ഭൂമിയിൽ, സ്വർഗത്തിൽ, പർദീസയിൽ. അപ്പോൾ ഈ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ ഉള്ളിടത്തേക്കാണ് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം സ്ഥാപിതമായതിനു ശേഷമായി ആത്മാക്കൾ പ്രവേശിക്കപ്പെട്ടത്. മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കാരണം മരണത്തിലും പാതാളത്തിലും അവിടെ മൗനതയാണുള്ളത്. അപ്പോൾ പാതാളത്തിലേക്കും അധോപാതാളത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള കൈകാലിട്ടടിയേ ഉള്ളൂ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. ചെന്ന് വീഴുമ്പോഴത്തേന് പിന്നെ ഭയങ്കര കരച്ചിലാ. ഞങ്ങളെ വിടണമേ, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, വെള്ളം തരണം നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന എല്ലാവരും പറയും മിണ്ടിയിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞതാ, ഇനി ദൈവം സംസാരിക്കത്തില്ല. ജീവനോടിരിക്കുമ്പോൾ ദൈവം പറയുന്നത് കേട്ടിട്ടനുസരിച്ച് ജീവിച്ചാൽ ദൈവമായിട്ട് നമുക്ക് എന്ന് സംസാരിക്കാൻ സാധിക്കും. ജീവനോടിരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ, സത്യദൈവത്തെ നമസ്കരിക്കാതെ ആരാധിക്കാതെയും മരിച്ചു കഴിഞ്ഞാൽ ധനവാൻ പോയി കിടന്ന് കൈകാലിട്ടടിച്ചതുപോലെ ആദ്യം സംസാരിക്കും, കുറച്ചു കഴിയുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ മൗനതയിലേക്ക് പോകും. അങ്ങനെ കഠിനമായ മൗനതയിൽ കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അധമപാതാളത്തിലുണ്ട്, നരകത്തിലുണ്ട്. അവർ യാതന അനുഭവിക്കുകയാണ്. അവർക്ക് യാതൊരു മാറ്റവുമില്ല. അവിടെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, അവരവിടെ ഒരിക്കൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ എവിടേക്കാണോ ആത്മാവ് പോകുന്നത്, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ അബ്രഹാമിനാകട്ടെ, യേശുവിൻ്റെ അമ്മ മറിയാകട്ടെ, ഒരു വിശുദ്ധന്മാർക്കും കഴിയത്തില്ല. അതിന് സാധ്യമല്ല. ഭൂമി ജീവനോടിരിക്കുമ്പോൾ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നാം ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ഭയത്തോടെ പ്രവാസകാലം നമ്മൾ വസിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ഇവിടുന്ന് നാം ആ ജീവൻ വിട്ടതിന് ശേഷമായി എത്ര പേര് പ്രാർത്ഥിച്ചാലും എന്തെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തിയാലും ദൈവവചന പ്രകാരം അവർക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളത് ദൈവവ്യവസ്ഥയാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ മരിച്ച ശേഷം എല്ലാവരും ആണ്ടുകൾ തോറും അവര് പ്രാർത്ഥിച്ചു ഒക്കെയാണ് മനുഷ്യരെ കൊണ്ടുപോകുന്നെങ്കിൽ ഒരു ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ ഒരു ഉണ്ടായി കുടുംബം ഒന്നടങ്കം ഒരു സമൂഹം മുഴുവനും ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആരവർക്ക് വേണ്ടി ഈ പറയുന്ന ക്രിയകൾ നടത്തും? അതുപോലെ തന്നെ മരിച്ചുപോയെന്ന് പറഞ്ഞ പേരിൽ അനേകർക്ക് പല ശേഷക്രിയകളും ചെയ്തിട്ട് അവിടെ ആത്മാവിനെ പലയിടത്തും പറഞ്ഞു വിട്ടിട്ട് അങ്ങനെയുള്ളവരും തിരിച്ചു വന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചുപോയെന്ന് പറഞ്ഞ പേരിൽ നടത്തിയ ശേഷക്രിയകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എന്തു പ്രയോജനം? അവർ ജീവനോടെ വന്നില്ലേ? അതുകൊണ്ട് പ്രയോജനമില്ലാത്തതാ. എന്നാൽ ദൈവവചനം പറയുന്നത് സത്യമാണ്. ജീവനോടിരിക്കുമ്പോൾ മാത്രമേ, എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം, സംശയങ്ങൾ മാറിപ്പോകണം. ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ് നാവിന്മേൽ ദൈവം അധികാരം തന്നിരിക്കുന്നത്. മരണമോ ജീവനോ നമുക്ക് തിരഞ്ഞെടുക്കാം. നിന്റെ നാവിൽ അത് തന്നിരിക്കുന്നു. യേശുവിനെ അംഗീകരിച്ചുകൊണ്ട്, ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട്, യഥാർത്ഥമായി പാപമോചനത്തിന് വേണ്ടി ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിൽ ഒരിക്കലും മരണത്തിലേക്കും നരകത്തിലേക്കും പോകേണ്ടി വരത്തില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്ന ശേഷം പിന്മാറിപ്പോയി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണമേ,
വിശ്വാസത്തിൽ വന്ന ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമായി വരാനുള്ള ലോകത്തിന്റെ ശക്തിയും നല്ല വചനവും പരിശുദ്ധാത്മാവിനെയും ഒക്കെ പ്രാപിച്ച ശേഷമായി പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവര് പാപം ചെയ്ത ദൂതന്മാർക്ക് തുല്യരാണ്. ഒന്നുകൂടി ഞാൻ പറയാം, സഭയിലുള്ളവരാണ് ഭയപ്പെട്ട് ജീവിക്കേണ്ടത്, പേടിക്കുകയല്ല. ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ പറയുന്നത് വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വചനം പ്രാപിച്ച് ജീവിച്ചിട്ട് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അവർ പാപം ചെയ്ത ദൂതർക്ക് തുല്യമായി കഠിനപാപികളായി തീരും. അവരെ കഠിന പാപത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളാണ് വളരെ ശ്രദ്ധിക്കുക. അതാണ് പറഞ്ഞത്, ഏറെ കിട്ടിയവന് ഏറെ അവനോട് ചോദിക്കും, ഏറെ അവൻ അടി കിട്ടും. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഭാഗത്തുനിന്ന് വിശ്വാസത്തിൽ വന്നു, ഈ ലോകത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് പാപം ചെയ്ത് സാത്താന്റെ പിടിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് പാപം ചെയ്ത ദൂതന്മാർക്ക് വരുന്ന അതേ ശിക്ഷാവിധികൾ. അതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കും നമ്മൾ വളരെ നമ്മുടെ ജീവിതത്തെ കരുതണം. ഒരിക്കലും ശത്രു നമ്മളെ പിടിക്കാതിരിക്കുവാൻ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ജീവിക്കുവാൻ. ഒരു നാളും പിന്മാറിപ്പോകരുതേ എന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനത്തിന്റെ ആധികാരികതയിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതിൽ വന്നില്ലായിരുന്നു, ഏതോ പറഞ്ഞ കഥാവ്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു, നീ വീണ്ടും ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിത്യനരകാഗ്നിയിലിടുന്ന ഒരു വലിയ ശാപത്തിലേക്ക് പോകാതെ നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് നാം നിത്യ ശിക്ഷാവിധിയുടെ വലിയ കഠിനമേറിയ ശിക്ഷാവിധി പ്രാപിക്കാൻ ഇടയാകാതിരിക്കാൻ വേണ്ടി ദിവസങ്ങൾ അനുസരണമുള്ളവരായി മനസ്സാക്ഷിയിൽ ഹൃദയത്തിന്റെ വിശാലതയിൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നാം പറഞ്ഞല്ലോ, നമ്മൾ കഠിനമായ പാപം ചെയ്തു കഴിഞ്ഞാൽ കഥ പറഞ്ഞു, മരണത്തിന് തക്ക പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. അപ്പോൾ മരണത്തിന് തക്ക പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപം. ഇപ്പോൾ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം 100% സത്യം പറയുന്നവരല്ല. ബോഷ്ക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം അത് പറയേണ്ടതായിട്ട് വരും. ഇപ്പൊ എന്നോട് ഒരാൾ പറയുക, രഹസ്യം പറയുക, അതൊരാളോട് പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ പറയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞിരിക്കുന്ന കുടുംബ രഹസ്യമോ കാര്യങ്ങളോ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര പേര് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റാതെ എന്നോട് പറഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. അപ്പൊ അവർ ചോദിക്കുക, നീ സത്യം പറയേണ്ട ആളല്ലേ? അതല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള മരണത്തിന് അല്ലാത്ത പാവമുണ്ട്, മരണത്തെ അതേക്കുറിച്ച് 1 യോഹന്നാന്റെ ലേഖനം വായിച്ചാൽ മതി. മരണത്തിന് തക്ക പാവമുണ്ട്. അറിഞ്ഞുകൊണ്ട് മദ്യപിക്കുകയോ വ്യഭിചരിക്കുകയോ മറ്റു പല പരിപാടികൾക്കും പോയി കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകാതെ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചോളണം എന്നുള്ളതാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. നമ്മൾ അതിനീതിമാന്മാരുമല്ല, ഞാൻ പറഞ്ഞത് അതിനീതിമാനായിട്ട് ശ്രമിക്കരുത്. അതും വലിയ ഇതാണ്. നോക്കത്തില്ല, തൊടത്തില്ല, പിടിക്കത്തില്ല, അങ്ങനെയുള്ളതൊന്നുമല്ല ക്രിസ്തു ജീവിതം. ക്രിസ്തു ജീവിതം സിമ്പിളായിട്ടുള്ള ജീവിതമാണ്. വലിയ അതിഭക്തി നമ്മളെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകും. സാത്താൻ ചെയ്യുന്ന ഒരു പരിപാടി അതിഭക്തിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ അതിഭക്തിയൊന്നും വേണ്ട. ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചാൽ ക്രിസ്തുവിടെ ലോകത്തിൽ വന്നപ്പോൾ അതിഭക്തിയൊന്നും കാണിച്ചില്ല. കപടഭക്തിക്കാരെ പോലെയുള്ള അതിഭക്തി കാണിച്ചില്ല. വിശ്വാസ ജീവിതത്തിൽ ആരും അതിഭക്തി ഒന്നും കാണിക്കരുത്. നമുക്ക് മനസ്സാക്ഷി അനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ലാതെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ ചിന്തകളിലേക്ക് ഒന്നും പോകണ്ട. ഒരു ജീവിതം നമുക്കറിയാമല്ലോ, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ദൈവം തന്നിരിക്കുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി. അതിഭക്തിയിലേക്ക് പോകരുത്, നമ്മൾ പാപത്തിലേക്കും പോകരുത്. നമുക്കൊരു ക്രിസ്ത്യ ജീവിതം സാധാരണ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം വന്നിരിക്കുന്നത്. ദൈവം കഠിനമേറിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. എന്താ പറഞ്ഞിരിക്കുന്നത്? പാപിയാണ് സമ്മതിക്കുന്നു, നമ്മൾ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, സൽക്കർമ്മങ്ങളുണ്ടോ പുണ്യപ്രവൃത്തികളുണ്ടോ നീതിരിക്കപ്പെടാൻ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ ഏൽപ്പിക്കുന്നു. അവർ മാത്രമേ നമ്മളെ റിഡീം ചെയ്യാൻ കഴിയത്തുള്ളൂ, വിടിവിക്കാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി പിന്നീട് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നു. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ. അത് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിച്ച് നിൽക്കുന്നു. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കാതലായ വിഷയം. മനസ്സിലായി വിചാരിക്കുന്നു. അതല്ലാതെ നമ്മൾ കുടുംബമുള്ളവരെല്ലാം കുടുംബം ഉപേക്ഷിക്കണമെന്നുള്ളതോ ഒന്നുമല്ല. സിമ്പിൾ ജീവിതമാണ്. പക്ഷേ മനസാക്ഷി വഞ്ചിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിനാത്മാ നമ്മളെ ഓർപ്പിക്കും, ശരിയും തെറ്റും നമ്മളെ ഓർപ്പിക്കും. പരിശുദ്ധാത്മാ നമ്മെ വഴി നടത്തും. അപ്പം നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാ അവൻ്റെ കൈ ഉതറി ആരും പോകരുത്, അവൻ്റെ കയ്യിൽ എപ്പോഴും പിടിച്ചോളണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കൊച്ചിനെ കൊണ്ട് നടന്നു പോകുമ്പോൾ അതിനറിയത്തില്ലെങ്കിൽ നാം ബലം പിടിക്കും, പോകരുതെന്ന് പറയും. കുതിരിച്ചോടിയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് നാം കുതിരിച്ചോടുന്നവരായി തീരാതെ
ദൈവത്തിന്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കണമെന്നും ഇത് രാത്രി ഇത് പറഞ്ഞു വന്നത്. ഇപ്പോൾ ഭാവികളുടെ സ്ഥലത്ത് മരണാനന്തരം മാനസാന്തരമില്ല. ജീവനോടിരിക്കുമ്പോഴാണ് മാനസാന്തരം. അവിടെ ചെന്ന് എല്ലാവരും മാനസാന്തരപ്പെടും. അവിടെ ഈ നരകത്തിലോ പാതാളത്തിലോ ഒക്കെ സാഹചര്യം കൊടുത്താൽ എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടും. പക്ഷേ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവ സാഹചര്യം തന്നപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ അഹങ്കരിച്ച് അതിനെ ധിക്കരിച്ചു പോയി കഴിഞ്ഞാൽ മരണാനന്തരം പിന്നീട് ഒരു മാനസാന്തരമില്ല. ജീവനോടിരിക്കുമ്പോഴാണ് മാനസാന്തരം എന്നുള്ളത് ഇന്ന് രാത്രി ലളിതമായ ഭാഷയിൽ വളരെ ദൈവഭയത്തോടെ ഞാൻ അറിയിക്കുമ്പോൾ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും പാപിയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ പാപത്തിന് മോചനം നൽകുന്ന യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ സൽപ്രവൃത്തികളുണ്ടോ, കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, എന്തെങ്കിലും പുണ്യപ്രവൃത്തികളുണ്ടോ പാപത്തെ മായ്ച്ചളയാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി തരുവാൻ ജീവന് മാത്രമേ കഴിയത്തുള്ളൂ. മരണമായിരിക്കുന്ന ആ പാപം മാറ്റുവാനാണ് കുഞ്ഞാടിന്റെ രക്തം നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് മരിച്ചുപോയവരെയും അവൻ ശുദ്ധീകരിച്ചെടുത്തത് അവന്റെ മരണാനന്തരം രക്തം ചിന്തി പിതാവിന്റെ സന്നിധിയിൽ ഡെപ്പോസിറ്റിൽ കൊടുത്തതിന് ശേഷമാണ് അവരെ വിടുവിച്ചത്. അപ്പോൾ യേശു ക്രിസ്തുവിന് മുമ്പുള്ള വിശുദ്ധന്മാരുടെയും വീണ്ടെടുപ്പ് നടന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അപ്പോൾ യേശുവിന്റെ രക്തം കൂടാതെ ആർക്കും വിമോചനമില്ല. യേശുവിനെ അംഗീകരിക്കാത്ത ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ യേശുവിടെ നടക്കുന്നത് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തമല്ലാതെ ആർക്കും നീതിയിരിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നതിന്റെ അർത്ഥം കുഞ്ഞുങ്ങളെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദൈവം അവരോട് മനസ്സാക്ഷിയിലാണ് അവരോട് ക്ഷമിക്കുന്നത്. പ്രമാണം കിട്ടിയവർക്ക് പ്രമാണത്തിനനുസരിച്ചുള്ള ശിക്ഷയാണെങ്കിൽ ദൈവം ഓരോരുത്തരും അതിനനുസരിച്ചാണ്. സുവിശേഷം കേൾക്കാതെ ഒരു മരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം ന്യായം വിധിക്കുന്ന മനസ്സാക്ഷിക്ക് അനുസരിച്ച് ദൈവം ന്യായം വിധിക്കും. കാരണം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവമാണ് തീരുമാനിക്കുന്നത്, മറ്റാരുമല്ല തീരുമാനിക്കുക. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ളവരെയും നീതീകരിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്, ന്യായപ്രമാണം കൊണ്ടല്ല. ക്രിസ്തുവിന് ശേഷമുള്ള സകല മനുഷ്യരെയും യേശു ക്രിസ്തു മുഖാന്തരമായിട്ടാണ് നീതീകരണവും പാപമോചനവും ഉള്ളത്. അപ്പോൾ അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വചനത്തിന് അനുസരമായിട്ട് നാം ജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനെയാണ് ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത്. അതിൽ തികവ് പ്രാപിപ്പാൻ ഓരോരുത്തർക്കും അതിനുള്ള സാഹചര്യം തന്നിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തി തികവിലേക്ക് എത്താൻ സാധിക്കും. 30 മേനിയിൽ നിന്ന് 60 മേനിയും 60 മേനിയിൽ നിന്ന് തികവ 100 മേനിയിലേക്ക് എത്താനുള്ള സാവകാശം ദൈവാത്മാവ് തന്നിട്ടുണ്ട്. അപ്പോൾ മരണാനന്തര നിലകൾ വിശുദ്ധമായുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായത് സ്വർഗത്തിൽ മരണാനന്തര നില അഥവാ പർദീസ്യൽ മരണാനന്തര നിലകളുണ്ട്. പർദീസയിലെ മരണാനന്തരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അവിടെ 3 പർദീസയിലെ 3 മരണാനന്തരങ്ങൾ, 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നുള്ളത് മനസ്സിലാക്കിയത് പൗലോസിനെ പോലെ തെളിവ് പ്രാപിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് പർദീസയിലെ 3-ാം സ്വർഗത്തിലാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് നാം 3-ാം സ്വർഗത്തെ തികവ് പ്രാപിക്കുന്ന വിശുദ്ധന്മാർ എത്തിച്ചേരുന്ന മരണാനന്തര എന്നുള്ളത് മനസ്സിലാക്കിയത്. 2-ാം നിര എന്നുള്ളത് നമുക്കറിയാം, സഭയുടെ 60% തേജസ് പ്രാപിക്കുന്ന ചന്ദ്രതേജസ് പ്രാപിക്കുന്നവരാണ്. അത് ചന്ദ്രതേജസ്സുള്ള സൂര്യതേജസ്, ചന്ദ്രതേജസ് സഭയാണ് അതിന് പ്രാധാന്യമുള്ളത്. ഈ 1-ാമത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടല്ലോ. യേശു ക്രിസ്തു മരിച്ച സമയത്ത് അവൻ അവിടെ ഉദ്ധരിച്ചു കൊണ്ടുപോയ ആത്മാക്കളാണ് പർദീസ്യത്തി. അതുപോലുള്ള ആത്മാക്കൾ പ്രവേശിക്കപ്പെടുന്ന സ്ഥലമാണ് 1-ാമത്തെ സ്വർഗം. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. അവിടേക്കാണ് ദൈവം പാതാളത്തിനുള്ളവർ ഉദ്ധരിച്ചുകൊണ്ടുപോയതും. പുതിയ നിയമത്തിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ചുകൊണ്ട് നീതീകരണം സംഭവിച്ചുകൊണ്ടാണ് നമുക്ക് പാതാളത്തിലേക്ക് പോകാതെ നാം പർദീസിലേക്കും സമുദ്രമാകുന്ന മണ്ണതിലേക്ക് പോകുന്നത്. കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നല്ലോ. എത്ര വ്യക്തമായിട്ടായിരുന്നറിയോ? ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, ഒരു വ്യക്തിക്ക് പോലും തിരിച്ചൊരു ചോദ്യം ചോദിക്കാത്ത വിധത്തിൽ എല്ലാം വളരെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുക. യേശുവിന് മുമ്പുള്ളവർ എവിടെയായിരുന്നു? യേശു മുഖാന്തരം എങ്ങനെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ പോയവർക്ക് ആർക്കൊരു മാറ്റം ഉണ്ടാകത്തുമില്ല. യേശു മരിച്ചതുകൊണ്ട് പാതാളത്തിൽ കിടക്കുന്നവർക്കും നരകത്തിലുള്ളവർക്കും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഇനി അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒടുക്കത്തെ നാളിലെ അന്ത്യന്യായ വിധിയിൽ അവര് നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് മാറ്റങ്ങളുടെ കാലങ്ങളാണ് മുമ്പിലുള്ളത്. നാം ഓരോ ദിവസം ചെല്ലും തോറും അത് നമ്മുടെ ജീവിതത്തിന്റെ പടിപടിയായി നാം ഉയർച്ച പ്രാപിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിത്യതയിൽ അവനോടുകൂടെ എന്നേക്കും കാണപ്പെടുന്ന നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ സ്വർഗത്തിലുള്ളവരുടെ മരണാനന്തരത്തെക്കുറിച്ച് ഇവിടെ മനസ്സിലായത് ചിന്തിച്ചല്ലോ. ഭൂമിക്ക് കീഴിലുള്ളതുള്ളതും ഞാൻ പറഞ്ഞു തന്നു. അത് നമുക്ക് മനസ്സിലാകുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷികളാകുന്നവരുടെ ആത്മാക്കളെ അവിടെ പ്രവേശിക്കുന്നത് അത് 3.5 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അവിടേക്ക് ഇതുവരെ ആരും പോയിട്ടില്ല.
അവിടെ എത്തുന്നത് രണ്ടു കൂട്ടരാണ്, സഹോദരന്മാരും സഹഭൃത്യന്മാരും. അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ 144,000 ദൈവസഭയുടെ ശേഷിപ്പെടുന്നെന്ന് കന്യകമാരുടെ പദവിയിലെത്താൻ അഥവാ ചന്ദ്രദേശ പ്രാപിക്കാനുള്ള ഒരു കൂട്ടമാണ് ഇവിടെ എത്തുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഭൂമിക്ക് കീഴിൽ നിന്നുള്ളത് യാഗപീഠത്തിന് കീഴിലുള്ള ആത്മാക്കൾ. അത് ഇതുവരെ ആരും എത്തിയിട്ടില്ല. ലോകാരം മുതൽ ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ലെന്നാൽ ഇപ്പോഴല്ല എത്തുന്നത്. എതിർക്രിസ്തുവിന്റെ ഭരണത്തിലെ അതികിരാതമായ ഭരണത്തിൽ അന്ന് രക്തസാക്ഷികളുടെ ഒരു നിലവാരത്തിലുള്ള ആൾക്കാർ ഇവിടെ എഴുന്നേൽക്കും. 144,000 പേരെ എണ്ണി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെന്ന് കൊല്ലപ്പെടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കും. അവരെ എതിർക്രിസ്തു കൊന്നുകളയും. അതുപോലെ തന്നെ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം ദൈവസഭയുടെ ആഗോളസഭയുടെ ശേഷിപ്പെടുന്ന രക്തസാക്ഷികളാകും. അവരെ വെക്കുന്ന സ്ഥലമാണ് യാഗപീഠത്തിന് കീഴിൽ അഥവാ ഭൂമിക്ക് കീഴിൽ എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ടത് സമുദ്രത്തിൽ എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ മരണത്തോട് ബന്ധമായി മീതെയുള്ള പാതാളത്തിൽ നിത്യയോഗ്യതയുള്ളവരെ അവിടേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇവരുടെ മരണാനന്തര നിര അത് ഈ പറയുന്ന പുതിയ നിയമത്തിൽ 30 മേനിയുടെ തീരുന്നത് ഒടുക്കത്തെ നാൾ വരെ ഉണ്ട്. കാരണം ഇതിന് മുകളിലുള്ള അഥവാ യാഗപീഠത്തിന് കീഴിലുള്ളവരും സൂര്യ ചന്ദ്ര നക്ഷത്രദേശ പ്രാപിക്കുന്നവരുടെ പുനരുത്ഥാനം ഇതിനു മുമ്പ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ സ്വർഗീയ ശരീരത്തെ പ്രാപിക്കുന്നവരുടെ പുനരുത്ഥാനം നടക്കും. കാരണം അവൻ സകല വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ കല്യാണത്തിന് എല്ലാവരും ഓടി എത്തണം. കല്യാണ സദ്യയോട് നടക്കുമ്പോൾ അബ്രഹാമിനോടും ഇസാഖിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിലെത്തി കല്യാണത്തോടു കൂടി കല്യാണം കഴിഞ്ഞ് കല്യാണ സദ്യക്ക് ഭൂമി വരുമ്പോൾ ഈ പറയുന്ന സ്വർഗീയ ശരീരം തേജസ് പ്രാപിക്കുന്ന എല്ലാവരും എത്തിച്ചേരണം. ആ ഒരു ക്രമീകരണത്തിലാണ് ആത്മാക്കളെ നിയമിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ആരൊക്കെ സ്വർഗീയ തേജസ് പ്രാപിക്കുമോ അവരൊക്കെ അതതിൻ്റെ സമയത്ത് സ്വർഗീയ ശരീരത്തിന്റെ തേജസ് പ്രാപിച്ചുകൊണ്ട് പുനരുത്ഥാനം പ്രാപിക്കും. അപ്പോൾ ഇവരെവിടെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ നിത്യ യോഗ്യതയുള്ളവര് അവർ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവര് പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. രണ്ടാം വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. ആകാശമില്ലാതെയാകോളം ഒരു ഉണരുന്നില്ല. അവര് ഉണരുന്നത് ആകാശം ഭൂമി ഇല്ലാതാകുന്ന ഒടുക്കത്തെ നാളിലാണ് അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അത് നിത്യ യോഗ്യതയുള്ളവരാണ്. ഭൗമികതയെ പ്രാപിച്ച് അവര് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടാനുള്ളവരാണ്. പാതാളത്തിലും നരകത്തിലുമുള്ളവർക്ക് അവർക്ക് മാറ്റങ്ങളില്ല, അവർക്ക് തേജസ് കിട്ടത്തില്ല. ഒടുക്കത്തെ നാളിൽ അവരും പുനരുത്ഥാന ശരീരങ്ങളോട് തേജസ്സില്ലാതെ നഗ്നരായിട്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് വെള്ളസിംഹാസനമുമ്പാകെ നിന്ന് നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് നാം ഇവിടെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഈ പാതാളവും മരണവും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി 20-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ മതി. സമുദ്രം, പാതാളം, മരണം എന്നുള്ളത് 3 നിരകൾ എന്നുള്ളത് 20-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11 മുതൽ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധി നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് വായിച്ചാൽ വളരെ വ്യക്തമാണ്. ഒടുക്കത്തെ നാളിലാണ് സമുദ്രം, പാതാളം, മരണമാകുന്ന നരകം ആത്മാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ജീവസ്വർഗം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ കർത്താവ് രണ്ടാമത്തെ വരവെങ്കിൽ പുസ്തകം തുറക്കുന്നതും ന്യായവിധി നടത്തുന്നതും എല്ലാവരുടെ ആകപ്പാട്. അതുകൊണ്ടാണ് ഇത് സംബന്ധമായിട്ടുള്ള തെറ്റായിട്ട് ഒരുപാട് ചിന്തകൾ കിടക്കുന്നതുകൊണ്ടാണ് ദൈവം എന്ന് വെച്ചാൽ ഇതേക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ദൃശ്യവൽക്കരണം ഉണ്ടാക്കിയെടുക്കണമെന്ന് എളിവൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രത്യക്ഷതയിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നില്ല. അന്നൊരു പുനരുത്ഥാനം ഉണ്ടാകത്തില്ല. അന്നല്ല ഇത് സംഭവിക്കുന്നത്. ഒടുക്കത്തെ നാളിലാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നവരെ അവർ ഉണരുന്നില്ല എന്ന് യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നാണ് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത്. ഏത് പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത്? അന്ന് തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ ജീവപുസ്തകം തുറക്കപ്പെടും. മരണത്തിൽ അഥവാ നരകത്തിലുള്ളവരുടെ പാവങ്ങൾ എഴുതിയിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പുസ്തകം തുറക്കപ്പെടും. പാതാളത്തിൽ ഉള്ളവരുടെ
ആ തെറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ച് ന്യായവിധി ഉണ്ടായി മരണത്തെയും പാതാളത്തെ അഥവാ നരകത്തിലുള്ളവരെയും പാതാളത്തിലുള്ളവരെയുമാണ് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. സമുദ്രത്തിലുള്ളവരെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ സമുദ്രത്തിലുള്ളവർ ആരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ തിയോളജിയൻസും വളരെ പണ്ഡിതന്മാരും എല്ലാവരും പഠിച്ചിട്ടും ഇത് എത്രമാത്രം പഠിച്ചാലും പിന്നെയും ഈ പറയുന്ന എല്ലാം കൂടെ പറഞ്ഞ് അവസാനം ഒടുക്കത്തെ നാളിലുള്ള എല്ലാവരും നരകാഗ്നിയിലേക്ക് പോകുന്നവരാന്നുള്ള ചിന്താഗതി പോകുമ്പോൾ സമുദ്രത്തിൽ വീണു മരിച്ചവരെ അല്ല സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സമുദ്രത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന മരണാന്തരമുള്ള ആത്മാക്കളെയാണ് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പറയുമ്പോൾ എന്നെ പലയിടത്തുനിന്നും വളരെയധികം നമുക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുക, വേദപുസ്തകത്തിന്റെ സത്യത്തെ പറയുക, സമുദ്രവും പാതാളവും മരണവും നരകവും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ നിത്യനരകാൻ തള്ളിക്കളയുന്നില്ല. അതിൻ്റെ അർത്ഥം ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ മരണാനന്തര നിരയാണ് സമുദ്രം എന്നുള്ളത് വളരെ വേഗത്തിൽ ഒരു സംശയം കൂടാതെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനെ സങ്കീർണമാക്കി എല്ലാവരും കൂടി പഠിപ്പിച്ച് അതിനെ വല്ലാതെ വിഷയമാക്കിയതുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങളിൽ സംശയം കിടക്കുകയാണെങ്കിൽ രാത്രിയിൽ ഞാൻ വളരെ സിമ്പിളായിട്ടൊന്നുകൂടെ പറയുന്നു. ഈ ഭാഗം ഒന്നുകൂടി വായിച്ചു കഴിയുമ്പോൾ ആരെയാണ് നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നത്, ആരെ തള്ളിയിടുന്നില്ല എന്നുള്ളത് മനസ്സിലാകുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി ഉള്ളവരുടെ ആത്മാക്കളെയാണ് ആരേൽപ്പിച്ചു കൊടുക്കുന്നത്? സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ സമുദ്രത്തിൽ വീണ് മരിച്ചു പോകുന്നവരല്ല സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം പർദീസ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പർദീസയിൽ വീണ് മരിച്ചവരെയാണോ? അല്ല. നരകത്തിൽ വീണ് മരിച്ചവരെയാണോ നരകം ഏൽപ്പിച്ചു കൊടുക്കുന്നത്? പാതാളത്തിൽ വീണ് മരിച്ചവരെയാണ് പാതാളം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ സംശയമില്ലാത്ത എവിടെ മരിച്ചെന്ന് വീണെന്നല്ല, എവിടെ മരിച്ചെന്നോ ആകാശത്ത് മരിച്ചെന്നോ ബഹിരാകാശത്ത് മരിച്ചെന്നോ സമുദ്രത്തിൽ വെച്ച് മരിച്ചെന്നോ ഒന്നും ഉള്ളതല്ല ദൈവം നോക്കുന്നത്. ഏത് ആത്മീയ നിലവാരത്തിൽ മരിച്ചെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഓക്കെ, സമുദ്രത്തിൽ വീണ് ചിലപ്പം അവിടെ സമുദ്രത്തിൽ മരിച്ച കപ്പലപകടത്തിൽ മരിച്ചെന്നിരിക്കാം. അവന്റെ പേര് ജീവസ്ഥലുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോകത്തില്ല. അതുപോലെ അവൻ ദൈവസഭയുടെ അംഗമാണെങ്കിൽ അവന്റെ ആത്മാവ് പർദീസയിൽ എത്തിക്കോളും. എവിടെ മരിച്ചെന്നുള്ളതല്ല, എവിടെ ജനിച്ചെന്നുള്ളതല്ല വിഷയം, ഏത് നിലവാരത്തിലാണ് നീശാസ്ത്രം വലിക്കുന്നതെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. എന്ന് പറയാം, എവിടെ വീണ് മരിച്ചെന്നുള്ള രീതിയിലല്ല ദൈവം ഒരു മനുഷ്യനെ നരകത്തിൽ വിടണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിൽ ചാടി ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിൽ പോകത്തില്ലല്ലോ. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം നഗ്നരകത്തിലിടുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധ പഠനങ്ങളിലേക്ക് ആരും പോകരുത്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ വളരെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടൊരു രീതി. ഞാൻ പറഞ്ഞല്ലോ, എഴുതപ്പെടാത്ത സ്ലേറ്റിൽ എഴുതാൻ എളുപ്പമാണ്. ഇനി ആരുടെയെങ്കിലും ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മായ്ച്ചിട്ട് എഴുതാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മായ്ച്ചേ പറ്റൂ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ സ്കോളറാണെങ്കിലും ദൈവത്തെ സത്യത്തെ ഞാൻ വിളിച്ചു പറയുക, എഴുതിയിരിക്കുന്നത് മായ്ച്ചേ പറ്റുകയുള്ളൂ. കാരണം സമുദ്രത്തിൽ ഒരു മരണാന്തരമുണ്ട്. കാരണം 1000 ആണ്ട് വാഴ്ചയിലും മനുഷ്യൻ ഇവിടെ മരിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വരുന്ന സമയത്തും ഇവിടെ മനുഷ്യൻ മരിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗീയ ശരീരം എടുത്ത യേശു പ്രാപിച്ച ശേഷമായി ഇപ്പോൾ മരിച്ചു പോകുന്നവർക്ക് പിന്നീട് പ്രത്യേക നിരയൊന്നുമില്ല. പിന്നെ ഒരു തോഴിമാരുടെ ഭാഗത്ത് വരത്തില്ല, തോഴന്മാരുടെ ഭാഗത്ത് വരത്തില്ല, മണവാട്ടി വരത്തില്ല. പിന്നെ ഒറ്റ നിരയുള്ളൂ. അത് ഈ പറയുന്ന ജീവവസ്തുക്കളുടെ നിരയിലാണ് വരുന്നത്. അപ്പോൾ ലോകാരംഭം മുതൽ ശിശുക്കളെ പോലുള്ള അവരുടെ ആൾക്കാരുടെ ആത്മാക്കൾ അത് പേരെഴുതപ്പെടുന്നവർ ഉണ്ട്. അവർ മീതെയുള്ള പാതാളത്തിലായിരുന്നു. കർത്താവിൻ്റെ മരണസമയത്ത് അവരെ ഉദ്ധരിച്ച് സമുദ്രത്തിലാക്കി. ആ സമുദ്രത്തിലെ മരണാന്തര ഒടുക്കത്തെ നാൾ വരെയുണ്ട്. ഒടുക്കത്തെ നാളിലാണ് 3 സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നത്: സമുദ്രം, മരണം, നരകം, പാതാളം. അവിടെ വിധിയുണ്ടായി. സമുദ്രത്തെയും മരണത്തെയും പാതാളത്തെയും നരകാഗ്നിയിൽ തള്ളിക്കളയുമ്പോൾ ഈ പറയുന്ന സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് ദൂതതുല്യരായി ഭൗമിക തേജസ്സോടെ പുതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. പുതുവാന ഭൂമിയിലെ മനുഷ്യരാണ് ഇവരുടെ ഇടയിലേക്കാണ് സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന സ്വർഗീയ അഥവാ പുതിയ യെരൂശലേം ഇറങ്ങി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പോൾ ഈ പറയുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ദൂതതുല്യരാണ്. അത് നമ്മൾ വെളിപ്പാട് അവസാനം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതേക്കുറിച്ചൊരു ഹിന്റ് ഞാൻ സൂചന തന്നിരിക്കുന്നത് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കാൻ വേണ്ടി. അപ്പോൾ കർത്താവിടെ ഇറങ്ങി വരുമ്പോൾ മനുഷ്യരുണ്ട്. അപ്പോൾ പുതുവാന ഭൂമിയിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടാരമാകുന്ന
പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗ്യം ഉണ്ടായിരിക്കണം കേട്ടോ. നാം ഒരിക്കലും ഇതൊന്നും കാണാതെ അഗ്നിനരകത്തിൽ പോയി നിത്യദണ്ഡനം അനുഭവിക്കാൻ ഇടയാകരുത്. ആ ഒരു നിലവാരം ദൈവം നമ്മളെ മാറ്റി, എനിക്ക് ആ 30 മേനിയുള്ള ഒരു പദവി ഉള്ളെങ്കിൽ എൻ്റെ പേര് ജീവവസ്തുത കാണും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിലോ കല്യാണ സദ്യയിലോ 1000 ആണ്ട് വാഴ്ചയൊന്നും കാണത്തില്ല. ഞാൻ പുനരുത്ഥാനം പ്രാപിച്ചു വരുന്നത് ഒടുക്കത്തെ നാളിലായിരിക്കും. ഭൗമികതയസോടെ സ്വർഗീയ ദൂതന്മാരുടെ ദൂതതുല്യരായി പൊതുവാന ഭൂമിയിൽ പ്രവേശിക്കും. അവിടെ പൊതുവാന ഭൂമിയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യരിലേക്കാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുതിയ യെരൂശലേം ആണിച്ചൊരുക്കി മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത്. ഞാൻ ആ 30 മേനിയിൽ നിന്ന് തികവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നത് ചന്ദ്രദേശമുള്ള ബന്ധത്തിൽ ആ സ്വർഗീയ നഗരമാകുന്ന യെരൂശലേമിന്റെ നഗരത്തോട് എനിക്ക് ബന്ധപ്പെടാനുള്ള ഭാഗ്യമാണ് ലഭിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഭാഗ്യപദവിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കൃപയാൽ അവനോടുകൂടി അവൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു മണവാട്ടിയുടെ തോഴിയായിരിക്കും. തോഴിമാട് കടത്തിപ്പെടുന്നവനായിരിക്കും. കുഞ്ഞാടിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ്റെ മുമ്പിൽ അവൻ്റെ ഇരുപുറത്ത് നടക്കുന്ന തപ്പുകൂട്ടുന്ന കന്യകമാരിൽ ഞാൻ ഇടതുവശത്ത് നടക്കുന്ന ഒരു ഭാഗത്തായിരിക്കും എൻ്റെ സ്ഥാനം കിട്ടുന്നത്. എനിക്ക് സിംഹാസനിരിക്കാൻ അധികാരം കാണത്തില്ല. എന്നാൽ ഞാൻ 100 മേനി തികവുള്ള ആളായി തീരുകയാണെങ്കിൽ ഞാൻ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിരിക്കും, അവനോടുകൂടി സിംഹാസനിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിത്യതയിൽ കാണപ്പെടുന്നത് ആ സ്വർഗീയ മന്ദിരത്തിലായിരിക്കും. ഞാൻ പുതിയ യെരൂശലേമിലെ മന്ദിരത്തിന്റെ ഭാഗത്തിലായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞു വയ്ക്കുന്നതിന്റെ അർത്ഥം, നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ പാപിയായിട്ട് നിത്യനരകാത്തിലേക്ക് തള്ളപ്പെടാം, കൃപയാൽ നമ്മളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യാം. നാം ജീവൻ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിച്ച് ജീവവസ്തുവിൽ മാത്രമേ പേരുള്ളെങ്കിൽ, ഉദാസീനമായതുകൊണ്ട് മാത്രം മതി, എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിന് മധ്യാശ വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലാകുന്നു. അവർക്ക് ലഭിക്കുന്ന തേജസ് ഭൗമിക തേജസ്സാകുന്നു. അവരാണ് പൊതുവാന ഭൂമിയിലെ മനുഷ്യർ എന്ന് പറയുന്നത്. അവരുടെ ഇടയിലേക്കാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. എന്നാൽ തികവ് പ്രാപിക്കുന്നതിൽ നാം 60 മേനിയിലേക്ക് പ്രവേശിച്ചാൽ വിശുദ്ധ സ്ഥലത്തേക്ക് യോഗ്യരാകും. അങ്ങനെയാണ് നമ്മൾ സ്വർഗീയ യെരൂശലേം നഗരത്തിന്റെ ഭാഗത്തിന്റെ കല്ലുകളായി തീരുവാൻ ഭാഗ്യം ലഭിക്കും. അതിലും ശ്രേഷ്ഠമേറിയ ഉന്നതമേറിയ പദവിയിലേക്ക് 100 മേനിയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പദവി കുഞ്ഞാടിന് മണവാട്ടി അവനോട് ചേരുന്നവരായിരിക്കും മന്ദിരത്തിന് ഭാഗമായി തീരും. പിതാവ് വസിക്കുന്ന മന്ദിരമാണത്. അതാണ് ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത്. ആ ഭാഗത്ത് എത്തിച്ചേർന്നാൽ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. കുഞ്ഞാടിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുവാനുള്ള സഭയായി തീരുവാൻ, ആദ്യയാതന്മാരുടെ സഭയായി തീരുവാനുള്ള ഭാഗ്യ പദവിയാണ് നമുക്ക് മനസ്സിലായപ്പോൾ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നിത്യത്തിൽ എവിടെയെന്നുള്ളതിന്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവരുടെ പുനരുത്ഥാനം എപ്പോഴാണെന്നുള്ളത് കൂടി ഞാൻ വേഗത്തിൽ വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി പഠിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം മാത്രമാണ് മരണാനന്തരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടാൽ മതി, അല്ലെങ്കിൽ സംശയം എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ മരണാനന്തരങ്ങളെ കുറിച്ച് വെളിപ്പാട് 5-ാം അധ്യായം 13-ാം വാക്യത്തെ ആധാരമാക്കിയും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യത്തെ ആധാരമാക്കിയും 7 മരണാനന്തരങ്ങളെ കുറിച്ച് പറഞ്ഞു. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, സമുദ്രം, ഭൂമിക്ക് കീഴിൽ സമുദ്രം, അധമപാതാളം, അതുപോലെ തന്നെ നരകം. ഇതാണ് 7 മരണാനന്തരങ്ങൾ. പഴയ നിയമത്തിൽ മീതെയുള്ള പാതാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടേക്ക് ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. പാപം ചെയ്തു കഴിഞ്ഞാൽ കഠിനഭാവിയാണെങ്കിൽ മരണമാകുന്ന നരകത്തിലേക്ക് തള്ളപ്പെടും. പാപിയുടെ അവസ്ഥയിലാണെങ്കിൽ യാതനാ സ്ഥലമാകുന്ന അധമപാതാളത്തിലേക്ക് തള്ളപ്പെടും. നീതീകരിക്കപ്പെട്ടെങ്കിൽ മരണാനന്തര ശേഷം സമുദ്രത്തിലേക്ക് തള്ളപ്പെടും. എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷിയാകുന്ന കൂട്ടത്തിലാണെങ്കിൽ ഭൂമിക്ക് കീഴിൽ യാഗപീഠത്തിന് കീഴിലേക്ക് മാറ്റപ്പെടും. ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായി തീർന്ന് അവന്റെ കന്യകമാരുടെ പദവിയിലെത്തുന്നെങ്കിൽ 2-ാം സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. അതല്ല, തികവ് പ്രാപിക്കുന്ന മണവാട്ടിയാണെങ്കിൽ 3-ാം സ്വർഗത്തിലേക്ക് എത്തപ്പെടും. പഴയ നിയമവിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ശ്രേഷ്ഠന്മാരായ പഴയ വിശുദ്ധന്മാർ അവര് ശ്രേഷ്ഠന്മാരായ 1-ാം സ്വർഗത്തിലേക്കും 140,000 ഇസ്രായേലിന്റെ 140,000 പേർ യാഗപീഠത്തിന് കീഴിലേക്ക് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ 2 കൂട്ടരുണ്ട്. അവരിൽ കന്യകമാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു കൂട്ടരും അവര് സഹോദര പദവിയിലുള്ളവരാണെങ്കിൽ ദാസന്മാരുടെ സഹഭക്തന്മാരുടെ പദവിയുള്ളവരാണ് 140,000 പേര്. അവരാണ് ഭൂമി കീഴിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. ഇതാണ് മരണാനന്തര നിലകൾ. എന്നാണ് അവരുടെ പുനരുത്ഥാനം എന്നുള്ളത് കൂടി
ഞാൻ വേഗത്തിൽ വെളിപ്പാട് വിശദീകരിച്ച് പഠിപ്പിക്കാം, മനസ്സിലാകാം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ മരണ പുനരുത്ഥാനമുള്ള ബന്ധത്തിലുള്ള പഠനം നമ്മൾ പൂർത്തീകരിക്കപ്പെടും. പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമായിരിക്കും. അപ്പോൾ പുനരുത്ഥാനം എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5 വെളിപ്പാട് പുസ്തകത്തിൽ 2 പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1-ാമത്തെ പുനരുത്ഥാനവും ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവുമാണ്. എന്നാൽ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും 1-ാമത്തെ പുനരുത്ഥാനം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് കൂടാതെ 2 പുനരുത്ഥാനങ്ങളെ മർമ്മമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വേഗത്തിൽ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേദനപ്പെട്ട് സ്ത്രീ ഒരാൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് ഒരു പുനരുത്ഥാനമാണ്. അപ്പം അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാകുമ്പോൾ അതുപോലെ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദിജാതന്മാരുടെ സഭയുടെ പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനമല്ല, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവുമല്ല. 1-ാമത്തെ പുനരുത്ഥാനം വരെയാണെങ്കിൽ 20-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ എന്നാണ് പറയുന്നത്. അതായത് ക്രിസ്തുവിന്റെ ഭരണത്തിൽ അറുക്കപ്പെടുന്ന ആത്മാക്കളെ അവിടെ കാണുന്നത്. അപ്പോൾ മണവാട്ടി അതൊക്കെ വായിച്ചിട്ടാണ് മനുഷ്യര് സാധാരണ പോകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പുനരുത്ഥാനത്തെ കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, 12-ാം അധ്യായത്തിന്റെ പഠനം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 4 മുതൽ വാക്യങ്ങൾ, ഞാൻ ന്യായാസനങ്ങളെ കണ്ട് അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ ആണു, മരിച്ചതിന് ശേഷമുള്ളവർ 1000 ആണ്ട്. അപ്പോൾ ഇവിടെ തലചേദിക്കപ്പെട്ടവരുടെ അഥവാ എതിർക്രിസ്തുവിന്റെ സമയത്തിൽ രക്തസാക്ഷികളാകുന്ന യേശുവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയും മൃഗത്തെയോ അതിന്റെ മുദ്ര നമസ്കരിക്കാതെ ഇസ്രായേൽ 144 പേരുമാണ് ഈ പറയുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നത്. അതെന്ന് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ സവിസ്തരമായി പഠിക്കും. സേനാദിവസം നടക്കുന്ന പുനരുത്ഥാനമാണ്. അത് 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഹിന്റ് തരാം. 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതും നാളെ ദൈവം വെച്ചാൽ നമ്മളതേക്കുറിച്ച് അടുത്ത ദിവസം ചിന്തിക്കും. എന്നാൽ ഞാൻ അതിനെ ഒന്ന് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടി 110-ാം സങ്കീർത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, യുവാക്കളായ മഞ്ഞ് നിനക്ക് നിന്റെ സേനാദിവസത്തിൽ വരുന്നത് പറഞ്ഞു. 110-ാം സങ്കീർത്തനം വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് വളരെ കാലികതയോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതിനകത്തൊരു ഹിന്റ് ഈ 1-ാമത്തെ പുനരുത്ഥാന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഗത്തിൽ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3-ാം വാക്യം, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രധാലങ്കാരത്തോടുകൂടി ഉഷസ്സിന്റെ ഉതിർത്ത് നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. യെശയ്യാവിന്റെ 26-20 കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ യുവാക്കളായ മഞ്ഞ് സേനാ ദിവസത്തിൽ വരുന്നത് 1-ാമത്തെ പുനരുത്ഥാനമാണ്. കർത്താവ് തൻ്റെ രാജ്യത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഈ പറയുന്ന സകല വിശുദ്ധന്മാരോട് എത്തിച്ചേരണം. അതാണ് ഇത് ക്രിസ്തുവിന്റെ സേനാദിവസത്തിൽ യുവാക്കളായ മഞ്ഞ് നിനക്ക് ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഭൂമിക്ക് കീഴിലുള്ള യാഗപീഠത്തിന് കീഴിലുള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അതിനാണ് 1-ാമത്തെ പുനരുത്ഥാനം. അതിലല്ല ദൈവസഭ അവിടെ ആദിജാതന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനമല്ല, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം നമുക്കറിയാം. അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹർമോദോൻ യുദ്ധത്തിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധത്തിൽ പറയുമ്പോൾ ഈ പറയുന്നത് സേനാദിവസം നടക്കുന്ന പുനരുത്ഥാനമാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുമെന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പുനരുത്ഥാനം ഏതാണ്? ഫിലിപ്പിയർ പറഞ്ഞിട്ടുണ്ട്, വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം. യേശു ക്രിസ്തു മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനത്തിന് ആദിഫലമായെങ്കിൽ സർവസൃഷ്ടിയുടെ ആദിഫലമായിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയുടെ പുനരുത്ഥാനത്തിന്റെ പേരാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. ആ മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനത്തിനെ ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാണ് 12-ാം അധ്യായം 5-ാം വാക്യം. ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ തെളിയിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നീട് വിശുദ്ധന്മാരായിരിക്കുന്ന 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലൂടെ പുനരുത്ഥാനം എപ്പോൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം 2 സാക്ഷിയുടെ പുനരുത്ഥാനമാണ്. അവിടെ 11-ാം അധ്യായം 12-ാം വാക്യം ഞാൻ വായിക്കാം. ഇവിടെ കയറി വരുവീൻ എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശബ്ദക്കുള്ളവരെ നോക്കിക്കൊണ്ടുവന്നു. ഏലിയാവും മോശയൊന്നുമല്ല, ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും സാക്ഷികളായിരിക്കുന്ന അവരെ പോലുള്ളവരാണ് അന്ന് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് ആരംഭത്തെങ്കിൽ അവർ കൊല്ലപ്പെട്ട് യെരൂശലേമിന്റെ വീതികളിലും മറ്റു പല സ്ഥലങ്ങളിലും കിടക്കും. അപ്പോൾ ഇവർ 3.5 ദിവസം അതുപോലെ കടന്ന ശേഷമായി ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ
ഇവര് രണ്ട് സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒന്ന് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരും, അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരുടെയും ആ സാക്ഷികളുടെ സമൂഹത്തെയാണ് അന്ന് അവിടെ കൊന്നു തുടങ്ങുന്നത്. ആരംഭം വിടുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് കൊന്നു തുടങ്ങുമ്പോൾ അന്ന് വീണ് നടക്കുന്ന ഒരു 3.5 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രണ്ട് സാക്ഷിയുടെ സമൂഹമായിട്ട് ഈ ലോകത്തിൽ നിന്ന് അന്ന് അവരെ മരിച്ചു ഒന്നാം സ്വർഗത്തിൽ രണ്ടാം സ്വർഗത്തിൽ വിശ്രമിക്കുന്നവരുടെ ആത്മാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് സ്വർഗത്തിൽ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ അവർ കയറിപ്പോകുന്നത്. ഇതും ആലങ്കാരിക ഭാഷയമായി. അപ്പോൾ 12-ാം അധ്യായത്തിൽ പുനരുത്ഥാനമുണ്ട്, 11-ാം അധ്യായത്തിൽ പുനരുത്ഥാനമുണ്ട്. ഇത് രണ്ടും ആലങ്കാരിക ഭാഷയെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, അതേക്കുറിച്ച് വിശദമാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് ഓർത്തിരിക്കുക. 12-ാം അധ്യായത്തിൽ സ്ത്രീ പ്രസവിക്കുന്നതിനെ കുറിച്ചും 11-ാം അധ്യായം ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞിരിക്കുന്നതും മീതെയുള്ള യെരൂശലേമിലുള്ള പർദീസിലുള്ള വിശുദ്ധന്മാരുടെ പുനരുത്ഥാന സ്വർഗാരോഹണത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഒന്നാമത്തെ പുനരുത്ഥാനം കാണിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിൽ ഈ 3.5 വർഷം കൊണ്ട് രക്തസാക്ഷികളാകുന്നവരെ ആത്മാക്കളെ മുഴുവൻ യാഗപ്പെടുത്തും കീഴിലാണ്. ഇവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളായിട്ട്. അവർ പുരോഹിതന്മാരായിട്ട് തീരാനുള്ളവരാണ്, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്, മണവാട്ടിയല്ല. അപ്പോൾ പുരോഹിത പദവിയിലല്ല നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനം മണവാട്ടി സഭയുടെ പുനരുത്ഥാനമല്ല, രക്തസാക്ഷിയുടെ പുനരുത്ഥാനമാണ്. അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നുള്ള മനസ്സിലാകും. പിന്നീട് ഒടുക്കത്തിനുള്ള പുനരുത്ഥാനം അറിയാവുന്നതാണ്. 4 പുനരുത്ഥാനങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിന്റെ 7 മരണങ്ങളെക്കുറിച്ചും 4 പുനരുത്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനം രാത്രി ഞാൻ അവിടെ പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായതായിരിക്കും. നീ മനസ്സിലായിട്ടില്ല എങ്കിൽ തുടർന്നുള്ള പഠനത്തെ നമ്മൾ അതേക്കുറിച്ച് പഠിക്കും. അതല്ല ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ചുരുക്കമായി വെക്കാതെ ഒരു വിശാലമായ അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തുറക്കുവാൻ ഈ പഠനം സാധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വെച്ചാൽ 12-ാം അധ്യായത്തിന്റെ പഠനം തുടർന്ന് പഠിക്കുമ്പോൾ ഇതേക്കുറിച്ച് വീണ്ടും ആവർത്തിക്കപ്പെടും. അതുപോലെ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ചും 11-ാം അധ്യായം പഠിപ്പിക്കുമ്പോഴൊക്കെ ഇത് തന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കപ്പെടുന്നതുകൊണ്ട് അന്ന് ഇത് കുറച്ച് കൂടുതൽ മനസ്സിലാകും. ഈ പറഞ്ഞിരിക്കുന്ന സത്യമാണ്, മാറ്റമില്ലാത്തതാണ്, സംശയമില്ലാത്തതാണ്, ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന വചനത്തിന് അതിന് ആധികാരികതയുണ്ട്. വചനപരമായിട്ട് വീണ്ടും അത് തെളിയിക്കുമെന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഇന്നത്തെ ഈ പഠനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ തുടർന്നുള്ള പഠനത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കൊണ്ട്. ഇത്രയും വെളിപ്പെടുത്തുന്ന കർത്താവിന് ബാക്കിയും വെളിപ്പെടുത്തുവാൻ സാധിക്കും. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ യേശയ്യാവിന്റെ 26-ാം അധ്യായത്തിൽ 110-ാം സങ്കീർത്തനങ്ങൾ ഇതിനെല്ലാം ബന്ധപ്പെടുത്തി യേശയ്യാവിന്റെ 65-ാം അധ്യായത്തോടുള്ള ബന്ധത്തിലൊക്കെ നാം ഈ പറയുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് ബന്ധത്തിൽ പഠിപ്പിക്കും. കാരണം ഈ ഒരു ഭാഗം മാത്രമല്ല, ബാക്കിയുള്ള ഭാഗങ്ങളെ കൂടി എടുത്ത് തെളിവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാവിന്റെ 66-ന്റെ 7-8 ഉള്ള വാക്യങ്ങൾ വായിച്ച് പഠിക്കണം. അത് എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളതിന്റെ വിശദീകരണം നമ്മൾ ഈ വെളിപ്പാട് സംബന്ധമായ പഠിക്കും. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഔട്ട്ലൈനായി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളതിൻ്റെ വ്യക്തത ലഭിക്കും. വ്യക്തത ലഭിച്ചവർക്ക് ഒന്നുകൂടി അത് ആവർത്തിച്ച് കേൾക്കാൻ ഇടയായി തീർന്നല്ലോ. ചില സംശയങ്ങൾ കുറച്ചുകൂടി മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് പഠിച്ചു കഴിയുമ്പോൾ അത് വളരെ വ്യക്തമായി ദൈവാത്മാവ് വെളിപ്പെടുത്തരും. കാര്യങ്ങൾ ഒന്നോടൊന്ന് ബന്ധപ്പെടുത്തിയാണ് കിടക്കുന്നത്. ഒന്നും സങ്കീർണമല്ല, വെളിപ്പെടുത്താൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, മറിഞ്ഞിരിക്കാനായിട്ടൊന്നുമില്ല, ഗൂഢമായിട്ടുള്ളതൊന്നുമില്ല. കർത്താവ് പറഞ്ഞു സകലതും വെളിച്ചത്ത് വരാനുള്ളതേ ഉള്ളൂ. ആ ഒരു വചനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു വെളിച്ചത്ത് വരാനുള്ളതല്ലാതെ ഗൂഢമായിട്ടുള്ളതൊന്നുമില്ല. ദൈവത്തെ ഇരിക്കുന്ന എല്ലാ വെളിച്ചത്ത് വരാനുള്ളതാണ്. മരണാനന്തരതകൾ എന്താണ്, പുനരുത്ഥാനതകൾ എന്താണെന്നുള്ളതിൻ്റെ ഏകദേശമായിട്ടുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇത് രാത്രി നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ വേഗത്തിൽ പറയാം. നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം. ഞാൻ ഈ ഭൂമി ജീവിക്കും, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഒന്നും മനസ്സിലാക്കുന്നു, എൻ്റെ കർത്താവ് വരികയാണെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടും. അങ്ങനെയാണെങ്കിൽ മരണാനന്തരയാകുന്ന ഇടത്താവളത്തിലേക്ക് പോകണ്ട, അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. നാം നേരെ രൂപാന്തര ശരീരത്തോടു കൂടി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ ആ സമയത്ത് പർദീസയുടെ 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗീയ ശരീരദേശായി നാം അവരോടുകൂടി ഒരുമിച്ച് എടുക്കപ്പെടും. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അതിനുശേഷമായിട്ടുള്ള ജീവിതം ധന്യമാണ്. അങ്ങനെയുള്ളവർ പുനരുത്ഥാനം പ്രാപിച്ച് അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് അവർ ചേർന്ന് കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിനോടുകൂടി ചേരുകയാണ്. പുതിയ യെരൂശലേമാകുന്ന ആ സ്വർഗീയ സിയോനിലെ മന്ദിരത്തിന്റെ ഭാഗമായി തീരുവാൻ. അവിടെ മന്ദിരം കണ്ടില്ല, കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു.
എടുക്കപ്പെട്ട ശേഷമായി കുഞ്ഞാടിനോട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. രാത്രിയിൽ ഈ മർമ്മം വലിയത് ക്രിസ്തുവോട് ഒന്നായി ചേരാനുള്ള വലിയ ഭാഗ്യപദവിയുള്ളതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ വിട്ടുകളയേണ്ട എല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ആത്മവളവാകുന്ന ക്രിസ്തുവിനോട് പറയാൻ, കർത്താവേ, എനിക്ക് അങ്ങയോട് ചേരുവാനാണ് അതിവാഞ്ചയുള്ളത്. എല്ലാ കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരു നിമിഷം പറയുമോ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങയോട് ചേരണം. അതേ, നാം ലോകത്തെ വിട്ടത്, പാപത്തെ വിട്ടത്, പാരമ്പര്യത്തെ വിട്ടത്, നാം ഇതിനെല്ലാം വിട്ടുമാറിയിരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനത്താൽ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ആഗ്രഹം എനിക്ക് വിട്ടുപിരിഞ്ഞ് എൻ്റെ ആത്മവടമാനോട് ചേരണം. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? ഇന്ന് രാത്രിയിൽ സമർപ്പണത്തിൻ്റെ ദിവസമായി തീരുവാൻ ദൈവം സഹായിക്കും. ദൈവം വെച്ചാൽ കർത്താവ് താമസിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. അതല്ല, കർത്താവ് വരികയാണെങ്കിൽ വിട്ടുപിരിഞ്ഞ് അവനോട് ചേരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് കരുതലോടെ കാത്തിരിക്കാം. പരിശുദ്ധ നമുക്ക് തുണ നിൽക്കും. നിശ്ചയമായിട്ടും നാം അവൻ്റെ മണവാട്ടിയായി തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.